റമദാൻ ഞങ്ങൾക്ക് കുറിയ നാളത്തോളം ഞങ്ങൾ പണ്ട് ആ റമദാനെ ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ വെളുക്കമാക്കണോ ഞങ്ങൾ അവർക്ക് ഒരു വലിയ ഗസ്റ്റ് പണ്ടുണ്ടെങ്കിൽ വേറെ എന്ത് വേണ്ട പുതിയ പടം പണ്ടുണ്ടായെങ്കിൽ സൊബൈക്ക് ചൊന്നെങ്കിൽ മോന്തി സൊബൈക്ക് മോള് പോണാക്കിട്ട് ചൊന്തു അടയൊക്കെ ഞങ്ങൾ ഒട്ടുക്ക് പണ്ടായിട്ട് മോന്തി അമ്മത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എത്രയോ വന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കോഴിയും കൊടുത്തിട്ടില്ല, ഇറച്ചിയും കൊടുത്തിട്ടില്ല, എന്തും കൊടുത്തിട്ടില്ല, ചായത്ത് കൂട്ടും എന്തും ആക്കിയിട്ടില്ല. നോക്കുമ്പോഴത്തേക്ക് ഇങ്ങ വേറെ ഷുഗറിലുള്ളത് പുതിയ നർസ് പറയില്ലേ இப்ப நங்கட்டிய முட்டை ஒரு ஜனமூர்த்திக்கு முன்னாலும் ஒரு இங்க இங்க உலகத்துக்கு தெரியல கிராஷ் வந்து மாப்பிள்ளை பெஞ்சாയി ജമാഅത്തിലല്ല ആരും കേക്ക് പറഞ്ഞു വേണ്ട കൂട്ടതല്ല സമാധാനമായിട്ടില്ലേ ഒരു 10 വർഷമായി. അങ്ങനെ അവന്റെ കൗൺസിലിംഗ് ആക്കി നോക്കുമ്പോഴത്തേക്ക് വിഷയം തരയുന്നെങ്കിൽ അവന്റെ വിഷയം തരയുന്നെങ്കിൽ ഇങ്ങ ഒരു മുന്നോത്തന്റെ ചൊന്തരാടുള്ള എന്നെ നാളെ കണ്ട് പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് കാക്ക ഔത്തരില്ല, മാമിയ ഔത്തരില്ല, ആരുമില്ല. ഔത്തർ ആരുമില്ല. ആ രാജാന്റെ മക്ക മാത്രമേ ഉള്ളൂ. അപ്പൊ അതിങ്ങനെ നോക്കുമ്പോ പോണെന്ന് കണ്ടേക്ക് ഔത്തർക്കും കാക്ക മാതി വന്ന് അങ്ങനെ അതിലെ അർസത്തില് അവനെ പിണങ്ങിട്ട് വന്നതാണ്. അത് പുതിയ പണി മോളു എന്തേ കാരണം അവിടെ ചൊന്ന അതിന്റെ അപ്പോൾ ചൊന്നൊരു പോയിന്റ് ഉണ്ട്. എന്തിനും ഞങ്ങ യാദർശികമായിട്ട് ഞങ്ങൾ പോയില്ലെങ്കിൽ വിഷയുന്നില്ല. ഞങ്ങൾ ചൊന്നിട്ട് പോയിട്ട് ഞങ്ങളെ മൈൻഡ് ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ പോണാ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇതിപ്പോ ഉദാഹരണം എന്തിനെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് രണ്ട് തിങ്ക മുന്നറും ഞങ്ങൾക്ക് ഓർമ്മയാക്കി കൊണ്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ വേറെ ഏതെങ്കിലും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുഹറമിൻ വ സഫർ വബല്ലിഗ്നാ റബീഉൽ അവ്വൽ എന്നല്ല ഇല്ല. വേറെ ഏത് തിങ്ങത്തോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏത് മാസത്തിൽ മാത്രം ഞങ്ങൾ പറഞ്ഞില്ലേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. 60 നാൾ മുട്ടളെ ഞങ്ങളുടെ വാർണിക്ക് തന്നിട്ടുണ്ട്. വറകായിട്ട് മുട്ടായിട്ട് 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 അങ്ങനെ ആ റമളാൻ ഞങ്ങൾക്ക് വരുമ്പത്തേക്ക് ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുക നിങ്ങൾ തയ്യാറായിട്ട് വേണോ. സാധാരണ എല്ലാ വർഷവും ഞാൻ ചൊല്ലുകൊള്ളത് പോലെ റമളാന്റെ ഫസ്റ്റത്തെ ടൈം എപ്പ, റമളാന്റെ ഫസ്റ്റ് സാഹത്ത് എപ്പ, റമളാന്റെ ഫസ്റ്റത്തെ നിസ്കാരം ഏത്, റമളാന്റെ ഫസ്റ്റത്തെ നിസ്കാരം ഏത്, മഗ്രിബ്. റമളാന്റെ ലാസ്റ്റത്തെ നിസ്കാരം ഏത്, അസർ. സാധാരണയിൽ ഞങ്ങളുടെ റമദാന്റെ ഫസ്റ്റത്തെ നിസ്കാരമായിട്ട് ഞങ്ങൾ ഗൗരവത്തിൽ നിസ്കരിക്കണേത് ഇശാ നിസ്കാരം. കാരണം എന്തേ ഞങ്ങൾക്ക് ഡിക്ലെയർ ആയെങ്കിൽ മാത്രമേ ഞങ്ങൾ പള്ളി വേണ്ടേ അല്ലെ. ഔത്തുക്കളുടെ ഫോണാക്കിയിട്ടുള്ള ചങ്ങായിമാർക്കെല്ലാം ചൊന്നിട്ട് പോണ്ടേ. അങ്ങനെ ഫോണ് മാത്രം റേഞ്ച് ഇല്ലെങ്കിൽ മെസ്സേജ് ആക്കി വിടും. മാത കണ്ടെങ്കിൽ ഫോൺ ആക്കിയിട്ടുണ്ട്. ഉറങ്ങി പത്ത് ചൊണ്ടെങ്കിൽ മാത കണ്ടിട്ട് മാത്രം തക്കീർ കേട്ടെങ്കിൽ തന്നെ ഉണർത്തിയിട്ട് പള്ളിക്ക് പോകും അല്ലെ. സാധാരണ അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു വിഷയങ്ങൾ സാധാരണ കോഴികളെ പോയിട്ടില്ല അത്തള മാത്രം ആയെങ്കിൽ അത്തളത്തിൽ കോഴിയെല്ലാം വേണമല്ലേ, മീനെല്ലാം വേണമല്ലേ, മധുരാക്കൊണ്ട് ഇറച്ചി വന്ന് മുന്നേ ഓട്ടറാക്കിട്ടിരിക്കും. അങ്ങനെ ഏതായാലും ആ ജാസ്തി ആൾമാർക്ക് 75% ആൾമാർക്കും റമളാന്റെ ഫസ്റ്റത്തെ അവ്വൽ സാഅത്തിലുള്ള നിസ്കാരം മിസ്സായി കൊണ്ടുവന്നെങ്കിൽ അതിലെ ജമാഅത്ത് കൊണ്ടു ഇല്ലെങ്കിൽ അതിലെ ആ ഫസ്റ്റ് നിസ്കാരം. ഇത് ഞങ്ങൾ ഈ വർഷത്തെ റമളാനിൽ ഒരാണിങ്ങൾക്കും എന്റെ സൗണ്ടികൾ ഒരാണും ഒരു പെണ്ണിന് ആ ഒരു ദുർവിധി വരകുതീറ ചൊന്നെങ്കിൽ ചൊവ്വാഴ്ച 2 അസറായെങ്കിൽ ആ മഗ്രിബ് മുന്നളായിട്ട് എല്ലാവരും നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് വേണം, നിങ്ങൾ റെഡി ആയിട്ട് വേണോ. കാരണം എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ശക്കട നാളില് ഞങ്ങൾ അതിനെ പ്രതീക്ഷിച്ചിട്ട് കാത്തു നിൽക്കുന്ന സുന്നത്തായിട്ടില്ല. ഞങ്ങൾ സുന്നത്ത് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് എന്നെ നിങ്ങൾ ഞങ്ങൾക്ക് കാണില്ല ആയെങ്കിലും ഞങ്ങൾ എന്താക്കണോ ഒന്ന് കാണണ്ട നോക്കണോ സുന്നത്തുണ്ടു. ഒരു മഗ്രിബ് ഒരു ബാങ്ക് ഒരു 5 മിനിറ്റ് മുന്നോട് സൂര്യ അസ്തമിക്കുന്ന ടൈമില് എന്താക്കണം പള്ളികൾ പോയി പേരിട്ട് റോട്ടിൽ നാഷണൽ ഹൈവേ ഉസ്താദ് ചോദിച്ചു പള്ളി പോകുമ്പോൾ മാസം കണ്ട നടന്നോണ്ട് പോയി കൈകാലം കൊണ്ട് എവിടേക്ക് കുറിച്ചേക്ക് നടത്തറ മതിയല്ല. അത് റോഡിൽ പോകുമ്പോൾ നോക്കണ്ട. നിസ്കരിച്ചായിട്ട് മകന് നിസ്കാരം കഞ്ഞിട്ടായിട്ട് പള്ളിയുടെ പുറത്ത് വരുമ്പോ നോക്കുന്നു ഒന്ന് സുന്നത്ത് എന്തെങ്കിൽ എന്നെ പുറത്ത് നക്കിന്റെ തോള കണ്ടില്ല. നിങ്ങൾ നക്കിന്റെ തോള മാതാ കണ്ടില്ല, ഇതന്നെ കണ്ടു അതെല്ലാവരും കണ്ട് അല്ലെ. 3-4 കഞ്ഞി എല്ലാവരും കണ്ട്. ആ ഫസ്റ്റത്തെ സായത്ത് ആ കണ്ണു അത്ര എല്ലാവരും കണ്ടു. എല്ലാവരും കണ്ടു വിളിച്ച് കാട്ടില്ല. ഞങ്ങൾ പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് നാഗന്നെ കാട്ടി വന്നിട്ടുണ്ട്. നോക്കുമ്പോ വന്ന് കാണ്ടു നോക്കൂ. അപ്പൊ അത് സുന്നത്തുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് അപ്പൊ അസർ നിസ്കാരം ആയാൽ പിന്നെ ഞങ്ങൾ അന്നത്തെ നാളിൽ എവിടെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ബിസി ഉണ്ടെങ്കിൽ എന്താക്കണോ ഒരു 5 ഗಂಟೆ മുന്നോ ഔത്തിക്ക് എത്തണോ. ഔത്തിക്ക് എത്തിയിട്ട് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇതായിട്ട് ഞങ്ങൾ വെൽക്കം ചെന്നെങ്കിൽ കാല് ഖുർആൻ ഓതി മാത്രം ചെന്നുള്ള അതിൽ ആ ഒരു മഹത്വം നിങ്ങൾക്ക് വേണോ.
അങ്ങനെ ഒരു മകരിപ്പൊക്കെ മുന്നോട്ട് 10 മിനിറ്റ് മുന്നോട്ട് ആണുങ്ങളുടെ പള്ളി നല്ല ഫ്രഷ് ഡ്രസ് ഇട്ടിട്ട് നല്ല ഡ്രസ്. കാരണം ഞങ്ങൾക്ക് പണ്ട് അള്ളാഹുടെ കോടി റഹ്മത്തിന്റെ മലക്ക് ഭൂമിക്ക് വേണ്ട ടൈം. ആ റഹ്മത്തിന് മലക്ക് ഫസ്റ്റ് സാഹചര്യം എന്നിട്ട് വന്നിട്ട് നിങ്ങളെ നേരുടെ കട്ടേക്ക് വന്നിട്ട് ആ റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് റമദാന്റെ ഒട്ടുക്ക് വെൽക്കം ആക്കുക വരുമ്പത്തേക്ക് ആ ഏതെല്ലാം ഔത്തുൽ റമദാന്റെ സ്വീകരിക്കുക ആൾമാർ റെഡി ഉണ്ടു. ആ ഔത്തുക്ക് അള്ളാഹുടെ റഹ്മത്ത് മലായിക്കത്തക്ക് വേണ്ടി ദ്വാരക്കിട്. ചില ഔത്തുൽ വരുമ്പത്തേക്ക് നാന്ന് പഠിച്ചെന്ന പോലെ 6 വരുമ്പത്തെ ഔത്തിൽ 6 3 വട്ടം കോളിംഗ് ബെല്ലടിച്ചെങ്കിൽ ഓപ്പൺ ഇല്ല. പിന്നെന്താ അവിടെ കടലാസിലെ ഉൾക്കിട്ട് പറഞ്ഞത് അല്ലെ. ചിലപ്പോ ചില ഔത്തുകളുള്ള ഈ സ്വിച്ച് ബോർഡിൽ പേര് കോളിംഗ് ബെല്ലുള്ള സ്വിച്ച് ബോർഡിൽ വെച്ചിട്ട് നല്ല ഔത്തുകളുള്ള ചിലപ്പോ ആളിനെ ഫോൺ ആക്കി ചൊല്ലുകൊണ്ടു കടലാസ് ഔത്തിൽ അവിടെ വെച്ചിരെ, സ്വിച്ച് ബോർഡിലൂടെ വെച്ചിരെ, മെയിൻ സ്വിച്ചിലൂടെ വെച്ചിരെ. ഇങ്ങനെ അങ്ങനെ എന്തും മലക്ക് വെച്ചിട്ടുണ്ട് ഇത്ര കൂലി ഉണ്ട് എന്നിട്ട് കടലാസിൽ എഴുതി വെച്ചിട്ട് പോലെ മലായികത്ത് വരുമ്പത്തേക്ക് ഏതെല്ലാം ഔത്തുകൾ ആണിങ്ങ പെണ്ണിങ്ങ ദ്വാർന്നോണ്ടും ഇബാദത്ത് എടുത്തോണ്ടും അതുപോലെ റമദാനെ സ്വീകരിക്കുക തയ്യാറായിട്ടുണ്ടാ. അവിടെ കോടി റഹ്മത്തിന്റെ മലക്ക് ഭൂമിക്ക് വന്നിട്ട് അവർക്ക് വേണ്ടി അനുകൂലമായിട്ട് സാക്ഷിച്ചുള്ളൂ. അതുകൊണ്ട് നാളെ ചൊവ്വാസരുണ്ട് അസറിന്റെ മകരിവിടയില് എല്ലാരും കുളിച്ചിട്ട് ഔത്തരൊഴുകത്തിരുന്ന ചെറിയ പെരിയങ്ങ എല്ലാം ആണും പെണ്ണും എല്ലാരും ശുദ്ധിയായിട്ട് എത്രത്തോളം ചൊല്ലു. അശുദ്ധിയുള്ള പെണ്ണിങ്ങൾ കൂടി നിഫാസുള്ള നിസ്കാരം ഇല്ലാത്ത അങ്ങനെ നോമ്പില്ലെങ്കിലും ആ റമദാനെ സ്വീകരിക്കുക വേണമായിട്ട് അങ്ങ് റെഡി ആയിട്ട് വേണോ. അങ്ങനെ നല്ല ഫ്രഷായിട്ട് ആ റമദാന്റെ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. റമദാന്റെ ആ സാഹചര്യത്തിലുള്ള മഹത്വം ഒരാൾക്ക് അറിഞ്ഞെങ്കിൽ അവന് എത്രമോ ടൈമിൽ പിന്നെ അത് കാത്തു നിൽക്കൂ. അതിനുള്ള ആ പള്ളിയിലെ അള്ളാഹുടെ പള്ളിയിൽ വെച്ചിട്ട് ആ തക്ബീർ കേൾക്കണം. മാത കണ്ടു എന്നിട്ട് തക്ബീർ കേൾക്കുമ്പോ ആ ടൈമിൽ ഞങ്ങൾ ഫസ്റ്റ് ചൊല്ലുന്നതിനെ പള്ളിയുടെ മാങ്ങടുത്ത് അത് തക്ബീർ എടുത്ത് ഞങ്ങൾ ചൊല്ല് അപ്പമേ ഫോൺ എടുക്കണം. അപ്പറ ഇപ്പുറമുള്ള ടൈപ്പിംഗ് ആക്കിട്ട് നാളെ ഫസ്റ്റ് സെൻഡ് ആക്കണം സെൻഡ് ആക്കണം. ഇതേ വിഷയം അല്ലെ. അപ്പുറത്തെ ഫോൺ ആക്കിയിട്ടുള്ള മക്കളുടെ ഒത്തുക്കും മോളുടെ ഒത്തുക്കും മോന്റെ ഒത്തുക അളിയ മകളത്തുക്കുള്ള ഫോൺ ആക്കി മാത കണ്ടെത്ത് നിങ്ങളുടെ ചൊല്ലുന്നില്ലല്ലോ ഓണിക്ക് ചെണ്ടാക്കണതിലുള്ള അങ്ങനെയല്ല. ഫസ്റ്റ് ആ റമദാനിലെ പള്ളിയിലെ വാങ്ങി എടുത്താൽ ഫസ്റ്റ് നമ്മുടെ ന്യൂസ് കിട്ടുമല്ലേ, ഒരു ഫസ്റ്റ് ഇട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് ഫസ്റ്റ് നീ അങ്ങോട്ട് അവിടെ ഇരിക്കുമ്പോ ഫോൺ വന്ന ഒത്തര് ഏതെങ്കിലും ചങ്ങായി പള്ളി യൂസ് തരാ അല്ലെങ്കിൽ ഫോൺ ആക്കിട്ട് മാല കണ്ടു അപ്പൊ എന്ത് ചൊല്ലോ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നൊക്കെ ചൊല്ലണ്ടേ. ഇത് വിചാരിച്ചിരുന്നില്ല. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തെപ്പാട്ടൊക്കെ വേണമെങ്കിൽ മാത്രമുള്ള ഒരു സിഗ്നൽ ഉണ്ട് മാത്രം വിചാരിച്ചാണ്. അങ്ങനെയല്ല. ഫസ്റ്റ് കേൾക്കുമ്പോ ഔട്ടിലെങ്കിലും എവിടെയെങ്കിലും നീ തക്ബീർ ചൊല്ലിട്ട് വേഗം ആ ടൈമിൽ രണ്ട് കൈവരത്തിന്റെ പടച്ചോനെ നിന്റെ റഹ്മത്തിന്റെ മലായികത്തിന്റെ അകമ്പടിയോടുകൂടെ വിശുദ്ധമായ റമദാനെത്തിയത് ഈ റമദാൻ അല്ലാഹുമ്മ ജഅൽനാ ശഹറ ശരീഫൽ അദീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അറബിയിൽ ചൊല്ലറിയില്ലെങ്കിൽ തെരിയില്ലെങ്കിൽ അതിന് ബേജാറാവണ്ട. അല്ലാഹുവേ രണ്ട് കൈ അല്ലാഹുവിന്റെ മേലോട്ട് ഉയർത്തിയിട്ട് പടച്ചോനോട് ചൊല്ലണം. പടച്ചോനെ ഈ റമദാൻ നമുക്ക് അനുകൂലമായിട്ട് ഗുണമായിട്ട് സാക്ഷി ചൊല്ലുന്ന പോലെ ഈ റമദാനെ ആദരിക്കുക ബഹുമാനിക്കുക ഇബാദത്ത് നീ തൗഫീഖ് താ അല്ലാഹ്. ഈ ചൊല്ലിട്ട് നേരെ പള്ളി അല്ലെങ്കിൽ ഔത്തറാവിടത്തിൽ പോയിട്ട് എന്താക്കണം, അവൻ ആ റമദാനെ സ്വീകരിച്ചിട്ട് ആ റമദാനെ ബഹുമാനിച്ചിട്ട് ഇബാദത്തിന് ഫസ്റ്റ് സാഹചര്യങ്ങൾ തുടങ്ങണോ. ഞങ്ങൾ സാധാരണ എല്ലോ പള്ളിയിൽ കോടാചുള്ള നേരള കട്ടയുള്ള ദുനിയാവിൽ ഞങ്ങളെ ഇന്ത്യത്തിൽ സകല പള്ളിയിൽ പോയിട്ട് നോക്കൊരു ഒന്നാമത്തെ ഫസ്റ്റത്തെ തറാവിക്ക് കാര്യാള് ഒക്കെ അല്ലേ. ഒന്നാമത്തെ തറാവിക്ക് സാധാരണ ഞങ്ങളെ ഈ പള്ളിയിൽ 5 സപ്പ് തറാവിക്ക് കൊള്ളാറുണ്ടെങ്കിൽ ഫസ്റ്റത്തെ 3.5 സപ്പ് 4 സപ്പയിക്കടെ അല്ലെ പിറ്റേന്നെല്ലാം റെഡി ആയിട്ട് വേണ്ടത്. കാരണം എന്റെ അന്റെ റെഡി ആയിട്ടില്ലേ എന്ത് റെഡി ആയിട്ടിക്കല് ചൊല്ലുന്നത്. കാരണം അങ്ങനെ നിങ്ങൾക്ക് ഉദറില്ല. കാരണം ഞങ്ങൾ ഫസ്റ്റ് രണ്ട് തിങ്ക മുന്നോളെ ഞങ്ങളുടെ വാർണിക്ക് തന്നോണ്ടുണ്ട്. പറവായിട്ട് മുഖ്യമന്ത്രി വന്നിട്ടാക്കി എത്ര നാൾ മുന്നോളൂ വെൽക്കം ആക്കിയിട്ട് തോരണ കെട്ടിട്ട് കാത്തു നിൽക്കില്ലേ. ഒരു വലിയ തങ്ക വണ്ടിട്ട് എന്തെന്നാൾ പർവ്വത്തേക്ക് ഗേറ്റോട് ഓടിയോണ്ട് കൊണ്ടേ ഔത്തുകൾ വലിയ തങ്കവണ്ട് കുമ്പോർ കുഞ്ഞിപ്പോയ ഞങ്ങൾ ഔത്ത് കപ്പുകൾ വിളിച്ചിട്ടുണ്ടായെങ്കിൽ തങ്ങളെ കാറ് പർവ്വത്തേക്ക് യജമാനം ഓടിയോട്ട് പോയിട്ട് ഗേറ്റ് തുറന്നിട്ട് വന്നിട്ട് അയാളെ കൈ പിടിച്ചിട്ട് വന്നേ. ഇതേപോലെ അല്ലാഹുവിന്റെ റമദാൻ മുഅ്മിനീങ്ങൾക്ക് വരുമ്പോ അത് റഹ്മത്തായിട്ടിട്ട് ആ റഹ്മത്തിൽ നിങ്ങൾ സ്വീകരിക്കണോ. അപ്പൊ ഫസ്റ്റത്തെ ടൈമിൽ ആരതിനെ വെൽക്കം ആക്കിയിട്ട് അതിനെ ബഹുമാനിക തൗഫീഖ് കിട്ടാ അവർക്ക് ഭാഗ്യമുണ്ടോ. അവിടെ ലാസ്റ്റത്തോട് അവർക്ക് തൗഫീഖ് ഉണ്ടോ. ഫസ്റ്റ് വന്ന കേരള സാക്കിയടാ
ഫസ്റ്റ് പോയിട്ടാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് കൗത്തർ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഗസ്റ്റ് പോയിട്ടാകുമ്പോ ഫസ്റ്റ് ഞങ്ങളെ ക്യാമ്പസ് ആക്കിങ് പിന്നെ സുബൈക്ക് നല്ല നാശം തന്നിട്ട് പ്രയോജനമില്ല നിൽക്കുമ്പോന്ന പുതിയാമ്പളെ അത് ജാവുക്ക് എന്ത് കൊടുത്തില്ലേ ജാവുക്ക് എന്ത് വന്നിട്ടാകുമ്പോഴത്തേക്ക് ജ്യൂസ് വെൽക്കം ജ്യൂസ് എന്ത് കൊടുത്തില്ലേ സുബൈക്ക് നല്ല കോഴി ബീഫുള്ള കൊടുത്ത പ്രയോജനം ഉണ്ടാ ഇല്ല ഫസ്റ്റ് വന്നിട്ടാവുന്നത് ഗർഭത്തുകയെ തയ്യാറാവണോ അങ്ങനെ വലിയ ബർക്കത്തുള്ള തിങ്ങായിട്ടികള് അതുകൊണ്ട് ചൊവ്വാഴ്ച രണ്ട് മകരിബാകുമ്പത്തേക്ക് എല്ലാരും മകരിബ് ഒരു 10 മിനിറ്റ് കൊണ്ടുള്ളൂ ആണിങ്ങ എല്ലാരും അങ്ങളെ മുട്ടത്തിൽ പള്ളിക്ക് വരണോ വന്നിട്ട് 10 മിനിറ്റ് കൊണ്ടുള്ളൂ തസ്ബീഹ് ചൊല്ലണോ തസ്ബീഹ് ചൊല്ലിട്ട് അല്ലാഹുവിന്റെ ദുആ എടുക്കണോ ചിലപ്പോ അന്നത്തെ ഫസ്റ്റ് ചിലപ്പോ ആ നിസ്കാരം അത് ഞങ്ങൾക്ക് തീർന്നയിടയിൽ ഞങ്ങൾക്ക് കൺഫേം ഞങ്ങൾക്ക് എന്തായില്ലേ ആ റമദാനിന്റെ കൊണ്ടായിട്ട് ഡിക്ലെയർ ആയിട്ടില്ലേ ആയെങ്കിലും ആ നിസ്കാരം കഴിഞ്ഞിട്ടായിട്ട് അവിടെ നല്ല ഒട്ടും ചൊല്ലണ്ട ചൊന്നിന്റെ പദർ വിവാദ ഉസ്താദ് ഫസ്റ്റിക്ക് സ്റ്റാർട്ട് ആയി തരണ്ട ഉസ്താദ് ചൊല്ലില്ലെങ്കിലും നാളെക്കാലം ചൊവ്വാഴ്ച കഴിഞ്ഞ 14 നിങ്ങൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടാക്കണ ഇമാമ് ദുആന്ന് തീർന്നിട്ട് മനസ്സിലുള്ള ചൊല്ലണ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അങ്ങനെ 7:02 ഫൈനലായിട്ട് പള്ളി കേൾക്കുമ്പോൾ മനസ്സിൽ നല്ല റാഹത്ത് ഫസ്റ്റത്തെ നിസ്കാരത്തിൽ ചൊല്ല തൗഫീഖ് കിട്ടല്ലേ ഇങ്ങനെ ഞങ്ങളെ മനസ്സിൽ എത്രത്തോളം റമദാന്റെ അടുത്ത് ഞങ്ങൾക്ക് തിരിച്ചു വന്നില്ല അത്രത്തോളം ഞങ്ങൾക്ക് ആ റമദാനെ ഞങ്ങളെ സ്വീകരിക്കൂ ആ റമദാന് അനുകൂലമായി എന്റെ അല്ലാഹുമ്മ അത് അത്യന്തരെ അല്ലാഹുവേ ഈ റമദാനെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സാക്ഷികളുടെ തിങ്കളാക്കി വെക്കാ എതിരായിട്ട് സാക്ഷി ചൊല്ലത് പോലത്തെ ഒരു അവസ്ഥ ഈ റമദാനെ നീ ആക്കി തരല്ല അല്ലാഹ് എങ്ങനെ റമദാനെ ഒന്ന് ബഹുമാനിച്ചില്ലെങ്കിൽ അത്രത്തോളം അത് ഗൗരവമുള്ള വിഷയമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല വിശാലമായ ഒരു ഹദീസിലുണ്ട് യൂതി യൗമൽ ഖിയാമത്തി ബിഅബ്ദിൻ വൽ മലായികതു യദ്രിബൂനഹു ഫയതഅല്ലഖു ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദംബുഹു ഫയഖൂലൂന അദ്റക ശഹ്റ റമദാന فعصى الله تعالى به فيريد النبي صلى الله عليه وسلم أن يشفع فيه فيقال يا محمد أن خصمه رمضان فيقول الله يقول النبي صلى الله عليه وسلم أنا بريء ممن خصمه رمضان حديث ആയിട്ട് വളരെ ഗൗരവമുള്ള വിഷയം ഇത് നോർത്ത് കേട്ടിട്ട് ഇതും കൂടി ഞങ്ങൾക്ക് തലക്ക് പൊക്കില്ല എന്നെങ്കിൽ എന്നെ പൊക്കില്ല ഇത്രയും ചൊന്നിട്ട് ഞങ്ങൾ ഇതിന്റെ തലക്ക് പത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ എന്തില്ല ഈമാൻ ചൊല്ലത് ഒരല്പം കൂടി ഒരു തെല്ലും കൂടി ഹൃദയത്തിൽ ഈമാൻ ഇല്ല ചൊല്ലത് അടയാളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഖിയാമത്ത് നാളായിട്ടുണ്ടായ ഒരു മനുഷ്യനെ കൊമ്പ് എങ്ങനെ വൽ മലായികത്തു യദ്രിബൂന മലക്കിന്റെ ദണ്ഡൽ ഇങ്ങനെ അടിച്ചോണ്ട് വേണ്ടത് മലായികത്ത് ഈ മനുഷ്യരെ ആ ടൈമില് ഫയതഅല്ലഖു ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് ഭയങ്കര ബേജാറാവുന്നു നബി ഉമ്മത്തികളുടെ ഏറ്റവും പെരുസുള്ള നേതാവല്ലേ നബി തങ്ങൾക്ക് ഈ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ അടിച്ചുകൊണ്ട് ബർബത്ത് നബി തന്നെ വേഗം ഓടിക്കൊണ്ട് പോയിട്ട് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുക വേണമെങ്കിൽ മാ നമ്പുഹു ഈ മനുഷ്യക്ക് തപ്പന്നെ മലായികത്ത് കേൾക്കണ ഇയാളെ ഇത്രയും വലിയ ക്രൂരമായിട്ട് മലായികത്ത് ഒരു അടി കിട്ടിയെങ്കിൽ എന്താവും മലക്കിന് എന്തിനു മനുഷ്യനാണ് ഒരു മലക്കറ ഒരു അടിമിട്ട് ദുനിയാവിലൊരുത്ത കിട്ടിയെങ്കിൽ അവിടെ ഭൂമിയിൽ ഏത് ഭൂമിയുടെ അടിക്ക് താണ്ട് പോകും ഒരു മനുഷ്യൻ എങ്ങനത്തെ എന്നെ പോലത്തെ ലോഫായ മനുഷ്യരുള്ള നല്ല ശക്തിമാനായ ഒരു മനുഷ്യന് മലക്കട ഒരു അടി വേണ്ട ഒരു മലക്കിങ്ങനെ ഇങ്ങനെ അടിക്ക് പോകുമ്പോ കാത്ത് വേണ്ടേ അടിക്കാൻ നോക്കുമ്പോ കാത്ത് കൈ ആ കാത്തടിച്ചെങ്കിൽ മനുഷ്യ ഭൂമിക്ക് ബോധം കെട്ട് സർവമയ്യത്തായി പോവും അത്രത്തോളം ശക്തിയുള്ള മലായികത്ത് അടിച്ചുകൊണ്ട് കൊണ്ട് ആ ടൈമിൽ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കല് കേക്കണി എന്തോ ഈ മനുഷ്യക്ക് തപ്പന്നരെ ആടുകൾ ചൊല്ലു അദറക ശഹ്റ റമദാന ഫഅസല്ലാഹു തആല ബിഹി ഓ നബിയേ ഈ മനുഷ്യക്ക് റമദാൻ എത്തിയിട്ടുണ്ട് റമദാൻ അല്ലാഹുവിന്റെ ലൈഫിൽ 65-70 വർഷം ജീവിച്ച മനുഷ്യ അവർക്ക് 5 വർഷത്തിൽ അവന്റെ മക്കളെ കഴിഞ്ഞ് അവന്റെ കുട്ടിക്കാല മക്കളെ കഴിഞ്ഞ് പോയി പ്രായപൂർത്തിയുടെ മുന്നോട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള 55 വർഷം അവൻ ജീവിച്ച ഒരു 70 വർഷം ജീവിച്ച മനുഷ്യർ ഉദാഹരണത്തിന് 42ാമത്തെ വയസ്സിൽ അവളെ നന്റെ 5 വർഷത്തെ ആ കാലം കഴിഞ്ഞ് പോയെങ്കിൽ ബാക്കി എത്ര വർഷമുള്ളൂ 27 വർഷം ഇപ്പൊ തന്റെ 27ാമത്തെ റമദാൻ നിനക്ക് പണ്ടുണ്ടായെങ്കിൽ അങ്ങനെ ഓരോ
ಗೊತ್ತಾಗುವ നിങ്ങളെ ആയുസ് കണക്കൂട്ടി നോക്കുന്നു. 60 വയസ്സായവന് കാണും 15 വർഷം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 45 വർഷം. ഈ 45 വർഷത്തിൽ റമദാൻ അവർക്ക് എത്തിയിട്. എന്നിട്ടും റമദാൻ തിങ്ങായിട്ടും ബാക്കിന്റെ തിങ്കളെ പോലെ ബാക്കിന്റെ നാള് പോലെ അവർ റമദാനും ഒരേ അതേപോലെ തപ്പാക്കിയുണ്ടേയുള്ള റമദാൻ എന്നിട്ട് അവർക്ക് ഒരു പ്രത്യേക ഗൗരവമില്ല. റമദാൻ എന്നിട്ട് പ്രത്യേക സുന്നത്ത് നിസ്കാരത്തുകളില്ല. റമദാനായിട്ടും ദൈവത്തിൽ നമീമത്തിലെ അവനുള്ള, റമദാനായിട്ടും ഹറാമായ കാര്യത്തിലേ ഉള്ള, റമദാനായിട്ടും അന്യ പെണ്ണുങ്ങളൊട്ടും അന്യ ആണുങ്ങളൊട്ടും അവിടെ ചാറ്റിംഗ് ആക്കിയോണ്ടേ ഉള്ള. റമദാൻ എന്നിട്ട് ഒന്നില്ല. അല്ലെങ്കിൽ തിറാവിക വേണ്ടി തിറാവി കഴിഞ്ഞിട്ട് പോയിട്ടും അവിടെ ചാവുകയോ അന്യ പെണ്ണിനോട് ചാറ്റിംഗ് ആക്കിക്കൊണ്ടുള്ള, അന്യ പെണ്ണുണ്ടായ ആണുങ്ങളോട് ചാറ്റിംഗ് ആക്കിക്കൊണ്ടുള്ള, അങ്ങനെ ബാക്കി അവന്റെ ലൈഫില് അവന് റമദാൻ തിങ്ങത്തെ വില വെക്കാതെ ബാക്കി കാലത്തുള്ള പോലെ ഓണാക്കിക്കൊണ്ടുള്ളൂ. അങ്ങനത്തെ ആ മലക്ക് മച്ചുള്ളൂ. ഇവന് റമദാനിന് വില വെച്ചിട്ടില്ല, നോമ്പുക്ക് വില വെച്ചിട്ടില്ല. ഇവന് നോമ്പ് നോക്കിയിട്ടില്ല. കട്ടിട്ട് ചായ കുടിച്ചിടാ, കട്ടിട്ട് അവിടെ തണ്ണി കുടിച്ചിടാ, കട്ടിട്ട് ഇവിടെ അങ്ങോട്ട് ഹോട്ടലിൽ പോയിട്ട് ബാങ്കിൽ പോയിട്ട് ഇപ്പോ നാട്ടുകാർക്ക് മുന്നിൽ ചൊന്നിന്നെ ഒരു ജ്യൂസ് അങ്ങോട്ട് പോകുമ്പത്ത് കൊടുത്ത കള്ളട പോലെ ഉൾക്ക പോട്ടെ നോക്കിട്ട് കേക്കണ്ട കട്ടതേക്ക് ജാഗ്രത ഒരു അങ്ങനെ ഒരു ബാക്കറി പോകുമ്പത്തേക്ക് ഒത്ത ഇങ്ങനെ ഉൾക്ക പോണ്ടെ നോക്കിട്ട് അങ്ങനെ പോണ്ടെ നോക്കിപ്പറ്റത് ഒണ്ടി ഓട്ടിന്ന അങ്ങനെ മുണ്ടി എടുക്കുമ്പോ പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാ ആളെ കാണില്ല. അങ്ങനെ നക്ക് തിങ്ങത്തെ കൊസന്റെ ജാസ്തി. അങ്ങനെ ഞാനെന്താക്കി ഇങ്ങനെ നല്ല എത്തി നോക്കിയേ. അങ്ങനെ നാക്കിട്ട് ഉള്ളത് ആരുണ്ട്? ആറില്ല, ആറുണ്ട്. നീ ആരുടെ മുന്നേ കാട്ടണം. അങ്ങനെ നാ വല്ല പോയിട്ട് എന്താക്കി ഓണോ ഞാൻ വാട്ടർ ആക്കിട്ട് ഓണ പാക്കറ്റ് ഐറ്റം കെട്ടുമ്പോ വല്ല പോയിട്ട് നോക്കുമ്പോ ഫ്രിഡ്ജിൽ തെച്ചിട്ട് കുടിച്ചോള. ഒരാൾക്കില്ല ഇവിടെ കൊടജലല്ല, കൊടജലല്ല നിങ്ങൾക്ക് കൊണ്ടുണ്ട്. കാരണം ഞാൻ നോക്കണം അക്കടിക്ക് വേണ്ടിയില്ല വന്നില്ല. കൊടജലോടെ കണ്ടത് നോക്കില്ല ഇല്ല. അങ്ങനെ ഞാൻ തന്റെ കാണുമ്പോ അവിടെ ചെന്ന് മുന്നില്ല നോ പ്രോബ്ലം. ആളോട്ട് ചെന്നേ, ആളോട് ചെന്ന് നിന്റെ അടുത്ത് നാളെ ഉപദേശം നാളോട്ട് ചൊല്ലില്ല. എനിക്ക് ഇത് ചൊന്ന ഇത് ദീപത്താവില്ല. നാളെ ചൊന്നിട്ടേ ആളെ ചൊന്നെങ്കിൽ മാത്രം ദീപത്ത്. ഇപ്പൊ ഞാൻ ഇന്ന ആളെ ചൊന്നെങ്കിൽ നമുക്ക് പടച്ചോണ്ടിട്ട് കുറ്റം കിട്ടും. ഇത് നാളെ ആളെ ചൊന്നിട്ടില്ല. ഇത് വിനോദത്തിന് ഗുണപാടാവുക ചൊല്ല. അവട്ടടുത്ത് ഞാൻ ചൊന്നെ നക്ക് പൊന്തായെങ്കും പൊന്തായില്ലെങ്കിൽ വിഷയില്ല പോലെ അള്ളാഹുടെ കോടതിയിൽ നീ വിചാരിക്ക് ഇണ്ട് നന്റെ എതിരിൽ കുടുങ്ങിയപ്പോ നീനെന്തായിട്ട് നന്റെ ദമ്മായതൊക്കെ ആയിട്ട് നീ ചൊല്ലണ്ട എന്നിട്ട് മര്യാദ വിളിച്ച് നീ ഇത്ര ആഴ്ചരാക്കി പോയി. ഇതേ ടൈമിൽ നിന്റെ റൂഹ് പിടിക്കുക അസറായി വന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കൂ? ആ നീ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോ നട്ട പോലും ഒരു കാരണമില്ല. നിങ്ങൾക്ക് ഇത്ര നല്ല ആയുസ് ആരോഗ്യം തന്നിട്ടില്ലേ? എത്രമാ ആൾമാർ ആരോഗ്യമില്ലാണ്ട് 75-70 വയസ്സായ എത്രമാ വയസ്സായ ഉമ്മമാർ ഉപ്പമാർ നോമ്പ് നോക്കുവാത്തതിന് പേരിൽ ബേജാറായിട്ടുള്ള എത്രമോ ഉണ്ടു. ഇപ്പൊ നന്റെ ഉത്തരവിച്ചോണ്ട് ഞങ്ങളെ നന്റെ അപ്പ സുഖസാരില്ലാണ്ട് കുറെ 2-3 വർഷമായിട്ട്. അപ്പൊ ഇപ്പൊ വലിയ ബേജാറ് നോമ്പ് കുറെ ക്ലാസ് എടുത്ത് കൊടുക്കാം. എങ്ങനെ നിങ്ങൾ നോമ്പ് നോക്കുകയില്ല വിധിയെ മുദ്ദു കൊടുത്തെങ്കിൽ അതിനൊന്നും നക്ക ആയുസുള്ള കാലത്തോളം നോമ്പ് നോക്കുക സാധ്യമേ ഇല്ല. വലിയ ബേജാറത്. ഇങ്ങനെ എത്രയോ ആൾമാരുണ്ട്. എന്നിട്ട് ഞങ്ങൾ അള്ളാഹു ആരോഗ്യം ഇത്ര വലിയ യുവത്വം തന്നിട്ട് എല്ലാവരും തന്നിട്ട് ഒരു തിങ്ങത്തെ നോമ്പടെ കട്ടിട്ട് നോമ്പ് നോക്കാണ്ടവൻ ചായ കുടിച്ചിട്ട് അള്ളാഹുവിടെ കോടതിയിൽ എന്താവും? പടച്ചോന്റെ കോടതിയിൽ എന്താവും? ആരോട് സഹായിക്കൊണ്ടു. അങ്ങനെ ആ റമദാൻ ചൊല്ലു. ആ മനുഷ്യ അള്ളാഹു റമദാനിൽ കൂടി തപ്പാക്കിയിട്ടുണ്ടു. ചൊല്ലുമ്പോ ആര് ചൊല്ലേ? മലായികത്ത്. നബി തങ്ങ അള്ളാഹുവിനോട് ശഫാഅത്താക്കുക വേണായിട്ട് അള്ളാഹുവിടെ മുട്ട പോകുമ്പത്ത് മലായികത്ത് ചൊല്ലു. ആ മലക്കത്ത് ചൊല്ലു, ഇല്ല നബിയേ നിങ്ങൾ ശഫാഅത്താക്കണ്ട. അവനക്ക് എതിരായിട്ട് വാദിച്ചോണ്ടുള്ള ആള്, അവനക്ക് വാദാക്കിയിട്ടുള്ള ആള് റമദാനായിട്ടിക്കണ്. ആ ടൈമിൽ നബി തന്നെ ചൊല്ലൊരു പോയിന്റ് ആയിട്ടിക്കണ്. ഞങ്ങളെ മനസ്സിൽ നിൽക്കണായത് ആ ടൈമില് ഞങ്ങൾ റമദാൻ ആരെങ്കിലും നോമ്പ് കള്ളമാറുണ്ടായെങ്കിൽ നോമ്പടെ കക്കട ആണിങ്ങമാ പെണ്ണിങ്ങമാരെങ്കിലും കാരണയില്ലാണ്ട് നോമ്പ് നോക്കാത്ത കൊണ്ടുണ്ടായി അവൾക്ക് ആ ടൈമിൽ നബി തങ്ങൾ ചൊല്ലു അനബരിയും മിമ്മൻ ഖസമഹു റമദാൻ. റമദാൻ എതിരായിട്ട് സാക്ഷി നിൽക്കുന്ന മനുഷ്യന്
വാദാക്കുക ശുഫാഅത്ത് ചെയ്യുന്ന ആളില്ല. നബി തങ്ങമേ ഒരാൾക്ക് ശഫാഅത്താക്കുക. അവൻ നബി തങ്ങമേ പെറവിചാരിട്ടുണ്ടായെങ്കിൽ എത്ര വലിയ തപ്പായിട്ട് റമദാനെ ബഹുമാനിക്കാത്തത്. അതുകൊണ്ട് ജീവിതത്തിൽ ഇനി ഇത്ര കാലത്തിൽ ചിലപ്പോൾ അറിയാണ്ട് കുറെ തപ്പ് വന്നിട്ടിരിക്കും, നോമ്പ് വിട്ടുപോയിട്ടിരിക്കൂ. ഇപ്പൊ കഴിഞ്ഞ വർഷം നോമ്പ് കാരണം ഇന്നിട്ട് നോമ്പ് വിട്ടെങ്കിൽ ആരെങ്കിലും ഈ നോമ്പ് കൊണ്ടുവന്ന് സദാ വിട്ട് തീർക്കണ്ടേ? ഉദറില്ലാത്ത നോമ്പ്, ഉദറില്ലാത്ത കാരണം ഇല്ലാണ്ട് ഒത്ത നോമ്പ് നോക്കിയത് കഴിഞ്ഞ വർഷത്തെ ബാക്കി ഉണ്ടായെങ്കിൽ എന്നാക്കണം ഈ പണ്ട് നോമ്പിന്റെ ഇടയിൽ നോക്കിക്കമേ ഇവരുടെ കാരണം ഇല്ലാണ്ട് നോക്കിയിട്ടുണ്ടായെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കണോ? പെരുന്നാളുകളിൽ പിറ്റേന്റെ കവാ വിട്ടണം. കാരണം എന്നിട്ട് കവാ വിട്ടെങ്കിൽ ഇവരുടെ നോമ്പ് നിയത്ത് മറന്നുപോയത്. ഉദാഹരണത്തിൽ നോമ്പ് റമദാന്റെ നോമ്പ് പോള് നിയത്ത് വെക്കൽ നിർബന്ധ. ജാവ് നിയത്ത് വെക്കണോ അല്ലെ? ബാക്കി ഇന്ന് സുന്നത്ത് നോമ്പിൽ എങ്ങനെ മുഹറം 10 നോമ്പുണ്ടു, അവൾക്ക് നോമ്പ് നിയത്ത് വെക്കുന്ന മറന്നുപോയിട്ട് ചാവൂ. അവളെ എപ്പ നിലപ്പായത് സുബൈക്ക് അത്തറ ഉണ്ടിട്ട് പോകണം. നോമ്പ് നിയത്ത് വെക്കുന്ന വിഷയമില്ല. അത്തറ കമ്മത്തുണ്ടാ. ഇപ്പൊ ചില അത്തറ ഉണ്ടെങ്കിൽ ഒരു ലോഡ് കൊണ്ട് കാരണം 20 മോദി 6 ഗಂಟೆ മൈലേജ് കിട്ടണ്ടേന്ന് അങ്ങനെയുള്ള തിന്നുണ്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറ ഉണ്ടെങ്കിൽ പ്രത്യേക ദുആന്നത്. അത്തറ ഉണ്ടത് ബർക്കത്തായിട്ട് അത്തറ ഉണ്ടെങ്കിൽ നിരന്തര റഹ്മത്തിന്റെ ദുആ അത്തറ ഉണ്ടോ? എനിക്ക് ചില അങ്ങനത്തെ ഉണ്ട്. ചില ഇപ്പത്തെ ന്യൂ ജനറേഷൻ കാലക്കാർ അത്തറ ഉണ്ടല്ലേ. അത്തറ ഉണ്ടെ ഓണം ഉറങ്ങിനവേ ചണ്ടേ പിന്നെ എനിക്ക് ഓണ് അത്തറിയുള്ള കത്തിട്ട് വന്നിട്ട് ഓണ് 1.5 ഗಂಟೆ ചണ്ടി കിടന്നത് ചാറ്റിങ്ങിനേക്കാണ് ഓണ് ശരിക്കും തിന്നിട്ട് ഉറങ്ങണേ. അപ്പായം ഉണ്ടാക്കണം അത്തറത്തെ നിയത്ത് വെച്ചെങ്കിൽ ആ ഒരു അസംസന്ധത്തെ കിട്ടും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറ ഉണ്ടേപ്പാ അതുക്കും കണക്കുണ്ടോ? റസൂലുള്ളാഹി നിങ്ങൾ ഏത് ടൈമിൽ അത്തറ ഉണ്ടേ നങ്ങോണ്ടേപ്പാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറ ഉണ്ടേൽ പിന്നെ എത്ര ടൈം ബാങ്കിന്റെ ഗ്യാപ്പ് ഉണ്ട് ഹദീസിലുണ്ടോ? എത്ര ടൈമിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറ ഉണ്ടെങ്കിൽ ഒരു അതിരുടെ 50 ആയത്ത് ഓതിരെ കതില് ഗ്യാപ്പ് ഉണ്ട്. നങ്ങ ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിൽ മുട്ടിയിട്ട് മുട്ടോളം തിന്നത് മുട്ടിയിട്ട് പിന്നെ ഇതിരുടെ അവർക്ക് വാദായിട്ട് ബാങ്ക് തീരോളം തിന്നല്ലേ ഉസ്താദേ. എങ്ങനത്തെ കൗല് രാജന്റെ നാവത്തോട് ചെന്ന് ഇങ്ങനത്തെ കൗലല്ല ഇമാമിങ്ങ എഴുതി വെച്ചിട്ട് നല്ല സ്ഥലത്തിണ്ട് ഞങ്ങൾ അത് ജാഹിലിക്ക് ചെന്ന പ്രയോജനമുണ്ട. അത്ര ബാങ്ക് തീരോളം തിന്നോട്ട് ചെന്നു ബാങ്ക് കൊടുക്കലല്ല അത്തരത്തിലെ വിരാമ. ബാങ്ക് ചിലപ്പോ മുഖരിക്ക് ചിലപ്പോ ടോയ്ലറ്റ് പോയിട്ട് 2 മിനിറ്റ് ലേറ്റായെങ്കിൽ അത് മുഖരി കൈയുടെ തലയിൽ കത്തു. അതൊന്നും ചെന്നിട്ട് പ്രയോജനമില്ല. നിന്റെ കയ്യിൽ ടൈം ഉണ്ട്, ടൈം ടേബിൾ ഉണ്ട്. എല്ലാവരും ಗೊತ್ತಿಲ್ಲ സഭയ്ക്ക് ബാങ്കിന്റെ ടൈം ഒന്നുണ്ടോ? ഒരു 5 മിനിറ്റ് മുന്നലായെങ്കിൽ എന്താക്കണോ? 50 ആയത്ത് ഒരു മിനിമം ഒരു 10 മിനിറ്റ് കൂട്ടി ചെറിയ സൂറത്ത്. ഉദാഹരണത്തിന് ഒരു സൂറത്തിൽ വാക്കിയകളുടെ 5 മിനിറ്റ് വേണ്ടേ? ബാക്കി സൂറത്ത് വാക്കിയിൽ ചെറിയ അങ്ങനെ. അപ്പൊ അതിന് തന്നെ ഏത് ആയത്തോടെ അതൊന്നും അൽബക്കറയുടെ 50 ആയത്തോണ്ടെങ്കിൽ എത്ര വേണം? ഒരു 20 മിനിറ്റ് വേണം അല്ലെ? വലിയ വലിയ ലോങ് ആയത്ത്. അപ്പൊ ഞങ്ങൾ ഷോർട്ടേജ് പിടിക്കാം. ഞങ്ങൾ എപ്പോഴും ഷോർട്ടേജ് ഉള്ള ആൾമാരല്ലേ. ഷോർട്ട് പിടിച്ചിട്ട് ഞങ്ങൾ ഷോർട്ടായിട്ട് സ്വർഗത്തിൽ കൊണ്ട് രണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കുറെ ഓഫർ ചെന്നല്ലേ. അപ്പൊ നമുക്കെന്താക്കണം? 5 മിനിറ്റ് മിനിമം ഒരു 5 മിനിറ്റ് മുന്നോളെങ്കിലും തിണ്ടിട്ട് ഉണ്ടാക്കണം. പല്ലെല്ലാം തേച്ചിട്ട് പല്ലിനിടയിൽ ഗ്യാപ്പ് നിന്നിൽ അതിനുള്ള ഇറച്ചികളെ തിരങ്ങി അത്തരത്തിൽ ഇറച്ചിയുടെ കറികളൊക്കെ അവിടെ എത്ര ഒഴിവാക്കണോ? കണക്കായിട്ട് ഈ ഫുഡല്ല ബർക്കത്ത് വേണമായിട്ട് എന്താക്കുന്നതും ബർക്കത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഈത്തപ്പഴം തണ്ണി കുടിച്ചോണ്ടിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മെയിൻ ഫുഡ് ഈത്തപ്പഴ. അപ്പൊ അത്തറ കഴിഞ്ഞിട്ട് എന്താക്കണം? 2 10 ഒരു ഗ്ലാസ് ചായ കുടിച്ചെങ്കിൽ എന്താക്കണം? ബർക്കത്ത് സുന്നത്ത് വേണമായിട്ട് എന്താക്കണോ? ഒരു 2 ഈത്ത 3 ഈത്തപ്പഴം എന്താക്കണോ? തിന്നു. കാരണം ഈത്തപ്പഴം വലിയ ബർക്കത്തുള്ള ഫുഡ് മാത്രമല്ല ഈത്തപ്പഴത്തിൽ ആരോഗ്യത്തിന് നല്ല വിറ്റാമിൻ ഉണ്ട്. ആ ഈത്തപ്പഴം തിന്നോളൂ നോമ്പുകൂ മോദിത്തോളം എന്താക്കും? നീ നിങ്ങൾ വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ആക്കി നോക്കും. 3 ഈത്തപ്പഴം തന്നെ കുടിച്ചിട്ട് ഒരു സുസ്ഥവുമില്ല, ഒരു സുസ്ഥവുമില്ല. നല്ല എന്താ പെണ്ണിങ് വർക്കേ ഇല്ല. പെണ്ണിങ് വർക്കേ ഇല്ല. കാരണം 10 ഓണം തന്നെ വർക്കിങ് 2 ഗಂಟೆ 2.5 ഗಂಟೆ കഴിക്കണം. ഇതൊക്കെ ഫ്രഷ് ചൂടാക്കി നിങ്ങൾ കിട്ടണ്ടേ? അങ്ങനെ ഞങ്ങൾ എന്താക്കണം? കണക്കിനായിട്ട് ജാസ്തി തിന്നത് തീരാ. അപ്പൊ അത്തളത്തിൽ വലിയ ബർക്കത്തുണ്ടോ? അത്തളം എന്താക്കണം? ഞങ്ങൾ ബർക്കത്ത് വീണായിട്ട് എന്താക്കണം? ഉണ്ണണോ അല്ലെ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം சொன்ன അത്തരത്തോടെ റമളാന്റെ ഞങ്ങൾ ബഹുമാനിക്കണമെങ്കിൽ ആ റമളാന്റെ ഞങ്ങൾ ആദരിക്കണത് ഭാഗമായിട്ട് ഞങ്ങൾ റമളാൻ ആദരിക്കാത്തവർക്ക് നബി തങ്ങളുടെ ശഫാഅത്ത് കൂടി കിട്ടില്ലേ? എന്താ ഞങ്ങൾ സ്വന്തം വിഷയം ഇടയിൽ എന്താ പൊട്ടു എവിടെ ഞങ്ങൾ വേറെ പോയത് നോമ്പു മുറിയ വിഷയമാ?
അതായത് പിന്നെ വേറെ വിഷയം പോയി നോമ്പുടെ നീയത്ത് ഉണ്ടാക്കണോ. ഒരാള് റമദാനല്ലാത്ത നോമ്പില് ഒരിമ്പ കണ്ടൊക്കെ ഉണ്ടായിട്ട് നല്ല ഉറങ്ങിയിട്ട് വെച്ചിട്ടാകുമ്പത്തേക്ക് അത്തകളോട്ട് ഉറങ്ങിയ സമയത്ത് വെച്ചിട്ട് ഒരിമ്പ കണ്ടായിപ്പോ നിരപ്പായിട്ട് നീയത്ത് വെച്ചിട്ടില്ല. എന്താക്കാം ഈ തിങ്കത്തെ ഈ മുഹറം തിങ്കത്തെ മുഹറം 10 സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോമ്പ് നോക്കുക കരുതിയെ 12 കൊണ്ടുള്ള വെച്ചിങ്ങായി ശരിയാവും. പക്ഷെ അതിനിടയിൽ ചായ കുടിച്ചിരിക്കുന്നില്ല. ഉസ്താദ് ചിലർക്ക് അങ്ങനെയുണ്ട്. ഉച്ചക്ക് മുന്നേ നീയത്ത് വെച്ചു നിങ്ങൾ പഠിപ്പാറ്റുന്ന ഭാഗമുണ്ട് അല്ലെ. അങ്ങനല്ല, നോമ്പ് നോക്കിയില്ല, നീയത്ത് മാത്രം പറഞ്ഞേ. ഇനി റമദാന് ഫസ്റ്റത്തെ നാള് നോമ്പിന് നീയത്ത് മറക്കുന്ന ടീം മൈന അറിവുന്നുണ്ടാ എല്ലോ നാള് താരി വന്നിട്ട് ഒരു നാൾ സുസ്ഥായിട്ട് ഉറങ്ങിയ രണ്ടാമത് നീയത്ത് പോയത് ഓണ് നിരപ്പിക്കല്ല. അത് ഇംഗ്ലീഷ് വന്നിട്ട് കിട്ടിയ ചാൻസ് ചെയ്തിട്ട് അവന്റെ അവനെ മറക്കപ്പെട്ടു വിട്ടുക. അങ്ങനെ 10 കണ്ടാകുമ്പോൾ കൺഫേം ആയിട്ട് ഇന്നത്തെ നോമ്പിടെ നീയത്ത് നാം വെച്ചിട്ടില്ല. ഉസ്താദിന് ഞാൻ ചൊന്നല്ല സുന്നത്ത് പറഞ്ഞ നോമ്പല്ല പഠിച്ചോളുകയല്ലേ ചൊന്നിനോട് എന്താക്കിയ പണ്ട് ഞങ്ങളെ ചെറിയിക്കുമ്പോൾ ചൊന്നിട്ട് നോമ്പ് പോലും നീയത്ത് ചൊന്നെങ്കിൽ നോമ്പ് കൊണ്ടുപോകും. ഇവിടെ അല്ലേ അങ്ങനെ ബായില് നീയത്ത് ചൊന്നെങ്കിൽ നോമ്പ് കൊണ്ടുപോകും. അതെങ്ങനെ അത് ഇതില് എന്താക്കിയ അതിന് മിസ്യൂസ് ആക്കിയേ. അങ്ങനല്ല. നോമ്പ് മുറി നോമ്പ് മുറി കുറെ കാര്യം കിതാബില് ഫിഖ് പറഞ്ഞു. അതെല്ലാം ഇൻഷാ അല്ലാഹ് ഈ അരഗണ്ട മുക്കാണ്ട് ഇപ്പൊ അരഗണ്ട അബ്ബാസൊക്കെ മുക്കാകണ്ടേ മുക്കാകണ്ട പണ്ട് സംസ്കൃതം വെച്ചെന്നാണ് എവിടെ പോയിട്ടോ മുക്കാകണ്ട മുക്കാകണ്ട എല്ലാം 3.5 ഗಂಟೆ ചൊന്നെങ്കിൽ വിശദീകരില്ല. അപ്പൊ നാളെ ചോദിച്ചു പെണ്ണുങ്ങളെ ഭയങ്കര അഭിപ്രായം ഉണ്ടോ വിദ്യാഭ്യാസ അപ്പൊ ഞാൻ അബ്ബാസൊക്കെ പുസ്തകം ചെന്നത് നമ്മൾ 4 വാരത്തിൽ 4 ക്ലാസ് മദ്രസ സെറ്റാക്കോ ഇൻഷാ അല്ലാഹ് വേണമായ ഫിഖിയുടെ മസാല എല്ലാം കൂടി ഞങ്ങൾ ക്ലാസ് എടുക്കാം അല്ലെ. അല്ലാണ്ട് ഈ കാകണ്ട അരകണ്ടയിൽ ഇത് ഞങ്ങൾ ഒരു യാദൃശികമായിട്ട് സ്ഥലത്തേക്ക് വന്നേങ്ങ. അപ്പൊ അത് കുറിയ വിശേഷമുള്ള. അപ്പൊ അങ്ങനെ എന്തായത് 1 ഗಂಟೆ ഓട് നീയത്ത് വെച്ചാവില്ലേ. അപ്പൊ ഓട് സ്ഥലം ചെന്നിട്ടില്ല നീയത്ത് വെച്ചിട്ട് നോമ്പ് മുറിയില്ലല്ലേ. എനിക്ക് പിന്നീട് ചെന്ന് 2 ജ്യൂസ് ആക്കിതാ എന്ത് നീയത്ത് വന്നതല്ലേ. അതും തീരാ. അവിടെ എന്ത് വേണം? ഇംസാക്ക് നിർബന്ധമാണ്. ഇംസാക്ക് എന്തെങ്കിലും അവൻ നോമ്പുകാരെ പോലെ നോമ്പുകാരെ അവിടെ നോമ്പുണ്ട്. നോമ്പറന്ന് തുറക്കണം. അതിന് നിങ്ങൾ നീയത്ത് പറഞ്ഞതല്ലേ നിങ്ങൾക്ക് എന്റെ സമൂസ ഇല്ലാതിട്ട് പിന്നെ എന്താക്കണ്ട. നോമ്പ് തുറക്കും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പിറ്റേന്റെ അവർക്ക് കലറ്റാവും. അത് വേണ്ട. നോമ്പ് നോർക്കണം എല്ലാം ആക്കണം. പക്ഷേ എന്ത് വേണോ അവിടെ നീയത്ത് മറന്നത് കൊണ്ടു ആ നോമ്പുടെ 2ാമത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. എപ്പാ പണ്ട് ഇപ്പൊ കഴിഞ്ഞ റമദാനിൽ ഒരു നീയത്ത് മറന്ന ഒരു നോമ്പുണ്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിരപ്പായിട്ട് ആയ എന്താക്കണോ ഈ വർഷത്തെ നോമ്പ് കണ്ടേക്ക് മുന്നോട്ട് അത് ഖളാ വീട്ടി തീർത്തേക്ക് പോയി. കാരണം ഇന്നിട്ടല്ലേ അത് കാരണം ഇല്ലാത്ത ഇന്നതല്ല കാരണം ഇന്നിട്ട് പറഞ്ഞതല്ലേ. ആ നോമ്പുടെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. കാരണം ഇത് നട്ട പോലെ ക്രിക്കറ്റ് കളിച്ചിട്ട് സഭയ്ക്ക് അത്തറ കൊണ്ടിട്ട് സഭയെ നിസ്കരിച്ചിട്ട് ഫുട്ബോൾ കളിക്കാൻ പോയാ അങ്ങനെ ഒന്നാമത് ക്രിക്കറ്റ് കളിക്കാൻ പോയാ കളിച്ചിട്ട് പോയിട്ട് പന്തിന്റെ തൊണ്ടിട്ട് ബസയില്ല തടിക്ക് ബസയില്ല നയന്നില്ല അളക്ക പോന്നിട്ട് അവത്ത് പോകുന്നത് നോമ്പ് സമയത്ത് കുടിച്ച അത് ആരെ കൊണ്ട് സുസ്തായത് അവന്റെ പ്രവൃത്തി കൊണ്ട് അല്ലെ. ഒരു തപ്പായ വിഷയത്തിൽ പോയിട്ട് അങ്ങനത്തോടെ എന്താക്കണം ആ നോമ്പ് കളഞ്ഞിട്ട് പിറ്റേന്ന് നോമ്പ് നോമ്പ് പിറ്റേന്ന് വേറെ ഡ്യൂട്ടി ഉണ്ടല്ലോ. നോമ്പ് കളഞ്ഞിട്ട് എന്താക്കണം വേഗത്തിൽ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുപോലെ പെണ്ണുങ്ങൾക്ക് ഖളാ വീട്ടലും നിർബന്ധമാണ്. മുദ്ദ് കൊടുക്കൽ ഫിദിയ കൊടുക്കൽ നിർബന്ധമായ വിഷയമുണ്ടോ? ഏതത്? ഉദാഹരണക്ക് പെണ്ണുങ്ങളെ ക്ലാസ് ആണുങ്ങള ഉദാഹരണക്ക് ഒരു ഗർഭിണിയായ പെണ്ണ് ഗർഭിണിയായ പെണ്ണ് അവളെ കാരണത്തിന് നോമ്പ് മുറിച്ചെങ്കിൽ ആ നോമ്പുടെ ഖളാ വീട്ടിക്ക് മാത്രമായി. ഡോക്ടർ ചൊന്തു ഈ പെണ്ണ് ഉദാഹരണക്ക് 8 തിങ്ങായില് ആ 8 തിങ്ങത്തെ ഗർഭിണിയായ പെണ്ണ് ഡോക്ടറെ കൊണ്ടുപോയിട്ട് അവൻ ഡോക്ടർ ചൊന്തു ഈ പെണ്ണുക്ക് നേരെ നോമ്പ് പിടിച്ചെങ്കിൽ തനിക്ക് ഭയങ്കര ക്ഷീണ വന്നെങ്കിൽ പിന്നീട് പല ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉണ്ട്. ചൊന്നിട്ട് നീ നോമ്പ് തീരാണ്ട് ചൊന്നിട്ട് ഡോക്ടർ ചൊന്നെങ്കിൽ നീതിമാനായ നല്ല ഡോക്ടർ ഉണ്ടായാൽ അനുസരിക്കൽ നിർബന്ധമാണ്. അല്ലാണ്ട് ശരീരം അത് നമ്മൾ അല്ല ചൊന്നരല്ലേ നോമ്പ് നോക്കണം അങ്ങനത്തെ ഒരു വാശി ഇസ്ലാമിലില്ല. ഡോക്ടർമാർ തടിയുടെ ആരോഗ്യം നോക്കണ്ടേ? ആരോഗ്യം നോക്കിയല്ലേ നോമ്പ് നോക്കുക അവിടെ. അപ്പൊ അങ്ങനത്തെ അവളെ കാരണത്തിലായിട്ട് അവരുടെ തടിക്ക് എഫക്ട് പറഞ്ഞുകൊണ്ട് ശരിക്കും എന്താക്കണോ
ശരിക്കും എന്താ നാളെ ആരെങ്കിലും പെഞ്ഞൈമാർ പിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കേട്ടോട് പറയണ്ട കേക്കടെ പ്രശ്നമൊന്നുമില്ല അയങ്ങോർക്ക് ചൊന്നിട്ടാമത് ഞങ്ങൾ അത് തലയിൽ ഇന്നെങ്കിൽ ഞങ്ങൾക്കൊരു വിലയല്ലേ ഞങ്ങൾക്കൊരു മസാല വന്നിട്ടുണ്ടെങ്കിൽ അത് പെഞ്ഞൈക്ക് എടുത്ത് ഇങ്ങനെ ഡോക്ടർ നോക്കടില്ല അപ്പൊ ഉസ്താദ് ഉസ്താദ് പിന്നെ ഔട്ട് ഓഫ് റേഞ്ചിൽ എന്തെങ്കിലും ചോളണ്ട അല്ലെ അതിൽ 4 സ്ഥലം റെഡിയാക്കി വെച്ചോളൂ ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്നും അല്ലെ അങ്ങനെ അപ്പൊ അപ്പൊ അത് നക്കൊണ്ടുണ്ട് ഉസ്താദ് ഞാൻ അപ്പൊ പെഞ്ഞൈക്ക് ഒരു കൊസിട്ടോ എന്റെ മക്കളെ നല്ല കുറച്ച് ദീനങ്ങളുണ്ട് ദുനിയാവല്ലുണ്ട് അപ്പൊ ഇങ്ങനത്തെ മസാല നിരപ്പണം ശരിക്കും ഡോക്ടർ ചൊന്നത് അവളെ തടിക്ക് ബുദ്ധിമുട്ടാവുന്ന കാരണത്തിൽ നോമ്പ് നോക്കിയില്ലെങ്കിൽ ആ നോമ്പിടെ കലാ വീട്ടിക്ക് മാത്രമായി അപ്പ പണ്ട് നോമ്പിടെ ഈ കഴിഞ്ഞ വർഷത്തെ നോമ്പ് കലാ വീട്ടിട്ടില്ല ഈ നോമ്പായിട്ട് ഈ നോമ്പിന്റെ ഇടയിൽ കലാ വീട്ടിട്ടില്ല പണ്ട് വർഷം നോക്കിട്ടുണ്ടെങ്കിൽ ഈ പണ്ട് നോമ്പ് കഴിഞ്ഞ 3 വർഷം കേപ്പ് വന്നില്ലേ അങ്ങനെ നോക്കിട്ടുണ്ടെങ്കിൽ നോമ്പ് മാത്രം നോക്കി വയ്യാവില്ല എന്താക്കണോ നോമ്പ് നോക്കണോ മുത്തും കൊടുക്കണോ മുത്ത് കൊടുക്കണോ എങ്ങനെ മുത്ത് 650 ഗ്രാം അരി കൊടുക്കല്ലേ അത് കൊടുക്കണോ ഇനി 10 പെഞ്ഞായി ചിലപ്പോ മംഗിലാവിടേക്ക് കൊണ്ടുള്ളൂ ഓൺ മംഗിലായിട്ട് 10 വർഷമായിട്ട് ഉസ്താദിന്റെ ക്ലാസ് കേട്ടിട്ട് നമുക്ക് ആകെ അൽക്കുലത്തോളും കാരണം എനിക്ക് എങ്ങനെ ഖബർ പോണ്ടേ പേടിയായിട്ട് അങ്ങനെ മാസം 4 മംഗിലാവിടേക്ക് കൊണ്ടുള്ളൂ നന്റെ ലൈഫിൽ കുറെ നോമ്പ് വിട്ടതുണ്ടു അപ്പൊ 2000 അല്ലെങ്കിൽ 2015 നാനൂറ് 10 നോമ്പ് ആ വർഷത്തെ അശുദ്ധിയിലൊക്കെ കോടതി നോമ്പ് അല്ലെങ്കിൽ 10 നോമ്പ് അല്ലെങ്കിൽ 8 നോമ്പ് ബാക്കി അതിൽ ഞാൻ നോക്കിയിട്ടേ ഇല്ല കാരണം കോടതിയിലെ മംഗിലായ പിറ്റേ വർഷം നോമ്പ് ബിന്ദാസ് ജോലിയാക്കിയിട്ട് ഇതിന് നിരപ്പില്ല അങ്ങനെ ഓർക്കുന്നായിട്ട് ഇപ്പൊ നിരപ്പായിട്ട് 10 വർഷം കൊണ്ടുള്ളൂ ഈ നോമ്പ് 10 വർഷത്തെ മുന്നത്തെ നോമ്പ് നോക്കുക ബാക്കിയുണ്ടു ഇസവിക്കത്ത് നിരപ്പുണ്ടു അങ്ങനെ എന്താക്കണോ ആ നോമ്പ് കലാ വീട്ടനോട് കൂടി 1 വർഷത്തേക്ക് 1 മുത്ത് പോലെ കൊടുക്കണോ അപ്പൊ 10 വർഷം ആയിട്ടുണ്ടെങ്കിൽ 10 മുത്ത് ഒരു നോമ്പ് 10 മുത്ത് എത്ര കിലായിട്ട് 6.5 കിലോ അരി കൊറോടി തന്നെ അപ്പൊ കുറെ അഭിപ്രായം ഞങ്ങൾ ഇന്നതില് ഞങ്ങൾക്ക് എളുപ്പത്തിലുള്ള അഭിപ്രായം അപ്പൊ 6 മുത്ത് ഒരു നോമ്പ് 10 നോമ്പിനുണ്ടായി എന്താകണോ 65 കിലോ അരിയായിട്ട് ഇപ്പൊ അരിക്ക് ഭയങ്കര റേറ്റ് ആകെ അപ്പൊ എന്തായത് അപ്പൊ അത് നീ മംഗല എടുക്കുമ്പോഴല്ലേ എന്നിട്ട് അപ്പുറത്തെ പറ്റിയെടുത്ത പോലെ എന്തെങ്കിലും നാളെ നിന്റെ മംഗലായി പിന്നല്ലേ നിന്റെ മംഗലായ പിന്നെ നാളെ നോക്കണം നീ നിന്റെ അപ്പുറത്തെ വരും പെഞ്ഞായിട്ട് തീർച്ചയായും അങ്ങ് കൊടുക്കണം കാരണം അവളെ നരകത്തെ രക്ഷപ്പെടുത്തണ്ടേ വേണ്ടേ ഒരു പെഞ്ഞായി എന്തായിട്ട് റോഡില് പോയി എന്തെങ്കിലും സീറ്റ് പിടിച്ചിട്ടാകുമ്പോ മറന്നാക്കണ്ട ഞങ്ങൾ ആരെങ്കിലും വിടുവാ എന്തിനും തേങ്ങിയിട്ടേ നോക്കില്ലേ കണ്ടത് അവള് വേണം എന്നാൽ ഞങ്ങൾ നാളെ സ്വർഗത്തിൽ പോകുമ്പോഴത്തേക്ക് പെഞ്ഞായി സ്വർഗത്തിൽ വേണ്ടേ ഞങ്ങൾക്ക് എല്ലാ വ്യവസ്ഥയാക്കി തന്നെ ഞങ്ങൾക്ക് വേണ്ട ലൈഫ് ഞങ്ങളുടെ ജീവനമേ ഞങ്ങൾ സമർപ്പണാക്കി പെഞ്ഞായി നരകത്തെ കൂവം പുസ്തകവും അഹരീക്കും ഞാറാ നിന്റെയും നിന്റെ അഹരികാര നരകത്തെ തൊട്ട് കാക്കണതാണ് ഖുർആനല്ലേ അപ്പൊ അങ്ങനെ 10 വർഷത്തെ മുന്നത്തുണ്ടായെങ്കിൽ ആ 10 വർഷത്തെ ഓരോ വർഷത്തേക്ക് ഒരു മുത്ത് കൂട്ടിയിട്ട് ആ ഫിദിയ കൊടുക്കും മുത്ത് കൊടുക്കണോ അത് നിർബന്ധമായിട്ടിക്കണ് അപ്പൊ ഇപ്പൊ ചൊന്ന വിഷയം അപ്പൊ ഡോക്ടർ ചൊന്നത് നിന്റെ തടിക്ക് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് നോമ്പ് നോക്കു തീരാണ്ട് ചൊന്നെങ്കില് നോമ്പ് കലാ വിട്ടിക്ക് മാത്രമേ അർത്ഥമല്ലേ ബിഹാരി ഭാഷയിൽ അർത്ഥം ഇല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഭാഷ എവിടെയൊക്കെ സെലക്ട് ആക്കണത് അവനർത്ഥ അല്ലേ ഇനി ഡോക്ടർ ചൊന്നത് നിന്റെ വയറ്റിൽ കിടാവുണ്ടല്ലേ നീನು നോമ്പ് നോക്കി നിന്റെ തടിക്ക് എന്ത് എഫക്ട് വരവേ ആ കിടാവ് എഫക്ട് വരൂ കിടാവ് മാത്രം എഫക്ട് വയറ്റിലിന്റെ കിടാവ് മാത്ര ആ എഫക്ട് വരവ് സാധ്യത ഉണ്ടു ചൊന്നിട്ട് ഡോക്ടർ ചൊന്ന് നോമ്പ് നോക്കണ്ട അങ്ങനെ ചൊന്നിട്ട് കിടാവ് വേണായിട്ട് നീ നോമ്പ് വിട്ടെങ്കിൽ നീ എന്താക്കണോ നോമ്പ് കലാ വിട്ടണോ അതിനൊട്ടുക്ക് ഒരു മുത്ത് കൊടുക്കണോ കാരണം തടിയുടെ വിഷയത്തിലല്ലേ കിടാവ് തടി അതേപോലെ ആയിട്ട് മുല കൊടുക്കിട കിടാവു പാല് കുടിക്കിട കിടാവുണ്ട് 1 വർഷത്തെ 6 തിങ്ങത്തെ കിടാവുണ്ട് ആ കിടാവ് ഇവയോട് നോമ്പ് നോക്കിയെങ്കിൽ കിടാവുക്ക് മുലപ്പാല് കിട്ടില്ല പാല് കിട്ടവ അപ്പൊ കിടാവുക്ക് ആരോഗ്യത്തിന് എഫക്ട് വരും ബുദ്ധിമുട്ട് വരുമെന്ന് ഡോക്ടർ കാരണം വിധിച്ചെങ്കിൽ ആ നോമ്പുടെയും കലാ വിട്ടലോട് കൂടെ ഒരു മുത്ത് കൊടുക്കണോ അതേ ടൈമില് ആ ചെറിയ കിടാവുണ്ടോ കിടാവുള്ള ഡോക്ടറോട്ട് പെണ്ണിട്ട് ഡോക്ടർ ചെന്നു നീന് നോമ്പ് നോക്കിയിട്ട് നീന് കിടാവ് പാല് കൊടുത്തെങ്കിൽ നിന്റെ തടിക്ക് നിന്റെ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ട് കുറവു സാധ്യത ഉണ്ടോ ചെന്നെങ്കിൽ അങ്ങനെ അവളെ തടിക്ക് വേണമായിട്ട് നോമ്പ് നോക്കിയില്ലെങ്കിൽ മുട്ടെങ്കിൽ ആ നോമ്പടെ കലാ വിട്ടിക്ക് മാത്രമായി
എത്രത്തോളം ഫിഖ് ഇസ്ലാം എത്ര എളുപ്പമായിട്ട് ഞങ്ങൾ ചൊന്തുന്ന വിഷയമല്ല. ഇതെല്ലാം ഞങ്ങൾ ഗൊന്തില്ലാണ്ട് കാലി ഞങ്ങെന്താക്കിയേ എത്ര നോമ്പുകാർ നാളെ മത്സരങ്ങളുണ്ട്. ആ മത്സരത്തിന്റെ പർവ്വത്തിന് ഞങ്ങളുടെ നോമ്പ് കൊണ്ട് അവർക്ക് എന്തില്ല, കാലി പട്ടിണി കിടന്നത് മാത്രമുള്ള ഒരു കൊണയില്ല. അങ്ങനത്തെ ഒരു ടീം നോമ്പുകാരെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ ചൊന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നോമ്പുടെ വിഷയത്തിൽ ശരിയായിട്ട് കൈഫിയത്ത് പഠിക്കണോ, മസ്അല പഠിക്കണോ. നോമ്പിൽ കുറെ വാദം കേട്ട് കുറെ ചരിത്ര സ്റ്റോറി കേൾക്കണ. ഇങ്ങനത്തെ മസ്അലപരമായിട്ടുള്ള അറിവ് നിങ്ങൾ പഠിക്കണോ, അത് നിങ്ങൾ കേട്ട് പഠിക്കണോ. കൊന്തില്ല നിങ്ങളുടെ കേട്ട് പഠിക്കണോ. അല്ലെ നിങ്ങൾ കൊന്തില്ല കൊന്തി നിങ്ങളുടെ കേട്ട് പഠിക്കണോ. കൊന്തി നിങ്ങളുടെ കേട്ട് പഠിക്കുന്ന ചങ്കിയാവുണ്ടായെങ്കിൽ അവനക്ക് പരാജയത്തിന് അടയാളായിട്ട് നാളെ ഇത്തരമുള്ള വർഷം നോമ്പ് നാളെ പുറത്തൊക്കെ നോമ്പ് മുറിയുടെ കാര്യം വന്നില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉസ്താദ് കേൾക്കാണ് ഇങ്ങനെ വരുമ്പത്തിന് ഇബ്ലീസ് വന്നിട്ട് അപ്പൊ ഖാദിൽ ചൊല്ലു കേൾക്കണ്ട എന്നെ വന്നിട്ട 20 വർഷമായിട്ട് നോമ്പ് നോക്കില്ലേ. അപ്പൊ നിന്നിട്ട് മാത്രം ഉസ്താദ് കേൾക്കൂ 20 വർഷം നോമ്പ് നോക്കി ഈ മസാല നീക്ക് വന്നിട്ട് കേട്ടെങ്കിൽ നാനോട് സേവ് ആയില്ലേ. ഇബ്ലീസ് അതങ്ങനെ ആ പോയിന്റ് ആരിട്ടേ അത് ഇബ്ലീസ് റസൂലാ. അപ്പൊ നീ എങ്ങനെ വെച്ചാക്കണം, ദുനിയാവിന് നാണക്കേടായെങ്കിൽ ചങ്കിയാമോസ കത്തിയിൽ 2 ദിവസം കഴിഞ്ഞാൽ പോകല്ലേ, പിന്നെ കളാവല്ലേ. മയസറിൽ ചങ്കിയായെങ്കിൽ മയസറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ഇടയിൽ നാണം കെട്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ. അപ്പൊ ഗൊന്തില്ലാത്ത വിഷയം നിങ്ങൾ കേട്ടിട്ട് പഠിക്കണോ. നോമ്പുടെ വിഷയം വളരെ ഗൗരവമുള്ളതായിട്ട് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, 4 ഒരു മലക്കുണ്ട് നാളെ മഹ്ശറ ലോകത്ത്. അതായത് അല്ലാഹു ഒരു മലക്കിനെ പഠിച്ചത്. ആ മലക്കിന് 4 തലയുണ്ടോ, ഒരു തലയല്ല. എങ്ങനത്തതായിരിക്കും ഒരു തലയ്ക്ക് എത്ര ഉണ്ടായെങ്കിൽ 4000 വർഷത്തെ ദൈർഘ്യമുണ്ടോ. ഒരേ മലക്ക്, ആ മലക്ക് 4 തല. ആ ഒരു തലയുടെ എത്ര ഉണ്ടായെങ്കിൽ 4000 വർഷം മനുഷ്യന് നടന്നു എത്തല. അപ്പൊ എത്ര വലിയ മലക്കായിട്ടിക്കൊണ്ട് നിങ്ങൾ ആലോചനാക്കിപ്പോ എങ്ങനത്തെ മലക്കായിട്ടിക്കൊണ്ട് ആ മലക്ക് 4 തലയിൽ എന്തിനാ അത് എടുത്തോണ്ടുള്ള ഇബാദത്ത് എന്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ തലയുണ്ടല്ലേ സാജിദുൽ ലില്ലാഹ്. ആ തല ഭൂമിയിൽ അല്ലാഹു സുജൂദിലായിട്ട് എങ്ങനെ കാലാകാലം മലക്കിനെ പഠിച്ചത് മുതൽ ഇനി ഇസ്രാഫീലിന്റെ ഊത്ത് കേൾക്കിടത്തോളം ആ മലക്ക് സുജൂദിലേ എണിക്കുകയില്ലേ. തീരുവാ നമുക്ക് തീരുവാ കാണണ്ട് 5 മിനിറ്റ് സുജൂദിന് ഇമാമ് നിൽക്കട്ടെ നോക്കാം എന്താവും. പണ്ടൊരു സ്റ്റോറി ഉണ്ട്. പണ്ടൊരു ഉസ്താദ് ഇത് കമ്മിറ്റികൾ ശമ്പളം കിട്ടണം എപ്പോ കേൾക്കുമ്പോ നിഗമിച്ചൊന്നും കേൾക്കണ്ട. നക്ക് ശമ്പളം കൂട്ടിയിട്ടുണ്ടോ കേൾക്കിച്ചോണ്ടല്ലേ ചൊല്ലണ്ടേ കൂട്ടോ മാഷാവർക്ക് എന്താക്കാൻ ഏത് അങ്ങനെ എന്തായിട്ട് എപ്പോ കേൾക്കുമ്പോ മറന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് അത് മറന്നിട്ട് ഇത് മീറ്റിംഗ് ചർച്ചയൊക്കെ മറന്നിട്ട് അങ്ങനെ ഇയാളെന്തായിട്ട് പാടപ്പാടോ എന്തായിട്ട് അങ്ങനെ മറന്നാള് ഈശാ നിസ്കാരം അങ്ങനെ യോജിച്ചെന്തായിട്ട് സുജൂദിനെ പോയിട്ട് നല്ല പോയിട്ട് നല്ല അടിച്ചിട്ട് പോയിട്ട് പുറത്ത് പോയിട്ട് സിറ്റ് ഔട്ട് ചെല്ലുണ്ട്. അങ്ങനെ ഇത് കുറെ നേരമായിട്ട് ഇങ്ങനെ നോക്കുക ഞങ്ങളെ കള്ളതുകൊണ്ട് നല്ല ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വേർച്ചിട്ട് പോയി ഇത് പോയിട്ട് കലാസ് എന്താവും അങ്ങനെ എടുത്ത് നോക്കുന്ന നേതാവിന് കത്തിയില്ല ഇമാമില്ല. അങ്ങനെ എന്തായിട്ട് പോയിട്ട് നോക്കുന്നു കേരളം പോയിട്ട് സുജൂദിന് സലാം പെട്ടി നോക്കുമ്പോ ഇയാൾ പുറത്ത് പോയി ചന്ത ഇത് തണ്ണി കുടിച്ചോണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്ത് 110 പ്രഷറിൽ നിങ്ങൾ പിറവി എന്താ ഞാൻ മറന്നോ. അപ്പൊ നിങ്ങൾ എന്തിനാണ് മക്കളെ എന്താണ് എത്ര വട്ട അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് വെള്ളം വേണ്ടിക്കും തന്റെ മറന്നു ഒറ്റ മറന്നുള്ള പ്രശ്നമാ. അപ്പൊ ഇങ്ങനെ അപ്പൊ മറക്കലെ വിഷയം എന്താക്കണം, പ്രത്യേകം എന്താക്കാം ശ്രദ്ധിക്കണം. അപ്പൊ ആ മരത്തിൽ 5 മിനിറ്റ് ഇമാമ് സുജൂദിന് കിടന്നെങ്കിൽ വളർത്ത് പൂണ്ട് പുറത്ത് അവിടെ ഭട്ടിയാവും അല്ലെ. അങ്ങനെ താഴെ എന്താക്കണമെന്നുണ്ടാ എന്ന് സുജൂദിന് എന്താക്കാം. സുജൂദിന് ഇമാമ് ബാക്കിയായിട്ട് വെക്കാം. ഉദാഹരണം ആയിത്തിന് വെക്കാം. ഇമാമ് സുജൂദിന് ഒരു ബാക്കിയായിട്ട് ഓട് വച്ചിട്ട് പോയിട്ട് എന്താക്കാം. അങ്ങനെ എനിക്കറിയുക അങ്ങനെ എനിക്കറിയുക എന്താക്കണം. മസാല ഉണ്ടോ അവിടെ ഓടെന്താക്കുന്നതാണ് ഇമാമിന്റെ കുട്ടിയായിട്ട് മനസ്സിൽ കരുതാം. റേറ്റ് കട്ടാക്കിയാൽ നെറ്റ്വർക്ക് കട്ടാക്കിയാൽ നെറ്റ്വർക്ക് മതിയാവും. എന്ത് ചൊല്ലുകൊണ്ടില്ല ട്രോളിയാക്കണം. ഇപ്പൊ എനിക്ക് എന്താക്കുന്നില്ല അപ്പൊ ട്രോളി വന്നിട്ട് ദുനിയാവന്റെ കാലം എന്ന മനസ്സിൽ കരുതണോ. എങ്ങനെ ഇമാമടെ വിട്ടു കഴിഞ്ഞ് ചൊല്ലിലെന്താക്കാ ഓൻ എണിക്ക
ഓൻ സുജൂദിൽ പോവാം, എഴുതി തയ്യാത്തിൽ ഓതിയിട്ട് സലാമത്തി ഒന്ന് പോകാം. അതേപോലെ ഒരു സ്വത്തത്ത് നോക്കുന്ന സഫർ കൊണ്ടു സഫർ പോകുമ്പോഴത്തേക്ക് ഏതോ പള്ളി പെട്ടെന്ന് ചെയ്ത് പോയെങ്കിൽ ഈ നിസ്കാരത്ത് പോയെങ്കിൽ ചിലപ്പോൾ അവിടെ എന്താക്കും, വലിയ സൂറത്ത് ഓതണം അല്ലെ, വലിയ സൂറത്ത് ഓതുന്നുണ്ട്. അങ്ങനെ ഓണ് നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു കുറെ നേരം നോക്കിയ ഒരു റക്കാത്തായിട്ട് രണ്ടാമത്തെ ഇതിലൂടെ അപ്പുറം ഓതിയുള്ള ഓണ് ഇന്നലെ അതല്ല ചൊല്ലണ്ട. ഓണൊരു ഷോർട്ടായിട്ട് തരുന്നുണ്ടു എന്താണോ ഓൻ അങ്ങനെ പോയിട്ട് ഇയാൾ പോയെങ്കിൽ പോട്ടെ എന്നിട്ട് പണ്ട് ഞങ്ങൾ തോടാറില്ല വെച്ച് പോയി സ്ഥലത്ത് കൊടുക്കട്ടെ ആ മനുഷ്യൻ അവിടെ ഇമാമിന്റെ എപ്പോ മറക്കടോ ആ മറക്കുമ്പോ പറഞ്ഞാല് ഇയാള് ഇത് മറക്കടേ കുന്നൂത്ത് നിങ്ങളെ വിദ്യ സംസ്കാരത്തിന് കുന്നൂത്ത് മറക്കടേ അങ്ങനെ എപ്പോ വന്നിട്ട് അങ്ങനെ ലാസ്റ്റ് പറഞ്ഞാണ് ഇയാൾ ജോറ് കൊണ്ട് തോന്നിട്ടുണ്ട്. ഇയാളെ സുജൂദ് പോയി കൊണ്ട് തോന്നി. അപ്പൊ ഞങ്ങൾ കേട്ടി എന്താ നീ ഇത്ര കൊന്നില്ലേ, ഇത് നിങ്ങൾക്ക് ഒരു ഇമാമ് മറന്നെങ്കിൽ അത് അപരാധ സുന്നത്ത് അതിലോട്ട് പോകണുണ്ട്. അത് നട്ട് കൊന്നില്ലാത്ത പറഞ്ഞാൽ എത്ര മറക്കടേ എത്ര മറക്കട നാളെ ഇതിനെയൊക്കെ വിചാരിച്ചിട്ട് ഓർമ്മയാവട്ടെ. അപ്പൊ അങ്ങനെ ആക്കണ്ട, അങ്ങനെ ആക്കി നിസ്കാരം പത്തിലാവും. എന്താക്കണോ ഇമാമ് ലോങ് നിസ്കാര. അപ്പൊ നിനക്ക് അർജന്റ് ഉണ്ടോ, നിനക്ക് മൈക്കാലത്തെ ടൈമിൽ ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളേ, നീ അവിടെ എത്തണോ? അങ്ങനെ നീ എന്താക്കാം ഒരക്കാത്തായിട്ട് ഇയാൾ പിന്നെയും വലിയ സുഹൃത്തിലേ പോയിട്ടുണ്ടായത്. നീ മനസ്സിലുണ്ടാക്കാം, മനസ്സിൽ കരുതാ ഇമാമയുടെ ഞാൻ വിട്ടുകൊടുത്തേ, ഇമാമയുടെ വിട്ടുപിരിഞ്ഞ് ചുമതല നീ സെപ്പറേറ്റ് നിസ്കരിച്ച് ആയി കയറി പോയിട്ട് അതിൽ പോയിട്ട് അങ്ങോട്ട് എന്തൊരു ഇമാമോട് പണി ഇമാമുണ്ട് പാസ് ഇതൊന്നും ഞങ്ങൾ കേൾക്കണ്ട. അത് ഞങ്ങളുടെ ഡ്യൂട്ടി ഉള്ളത് ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങൾ വേണ്ടത്. ഞങ്ങൾ എന്തിനാ ಗೊತ್ತಿಲ್ಲ. കാർ എടുത്തുണ്ടാക്കിയിട്ട് കാർ ഡ്രൈവിംഗ് പഠിച്ച ഹൈവേയിൽ പോകും മാത്രം പഠിച്ച റിവേഴ്സ് കയറി എടുത്തോളൂ ಅವನು ಎಂದು ಪಾರ್ಕಿಂಗ್ ಇದಂತೂ ಒಂದು ಸಿಗ್ನಲ್ ಗೊತ್ತಿಲ್ಲ, ಅವನಿಗೆ ಡ್ರೈವಿಂಗ್ ಆಕಾವ ಸಿಟಿಗೆ ಹೋಗೋಣ ಎಲ್ಲ പഠിക്കണ്ടേ. സിഗ്നൽ എന്തെങ്കിലും ഡ്രൈവിംഗ് ക്ലാസ് പോകണം. ഇപ്പൊ കുറെ ഒട്രാസ് എന്തെങ്കിലും 6 വയസ്സാകുമ്പത്തേക്ക് അപ്പ കൊടുത്തു ടപ്പാട്ട് കേട്ടോ ഓണ് ഡ്രൈവിംഗ് പഠിച്ച ഒരു അസുഖമില്ലേ, അതിപ്പോ തർത്തീവ് വേണ്ടേ, ഒരു സിഗ്നൽ ഒന്നില്ല. അപ്പൊ സിഗ്നൽ പഠിക്കണം. അതുപോലെ നിസ്കാരത്തിൽ ഓരോന്നൊരു ദീനിൽ ഒരു സിഗ്നൽ ഉണ്ട്, ആ സിഗ്നൽ പഠിക്കണോ. നിസ്കാരത്തിൽ അത്തയ്യാത്തിൽ നിസ്കാരത്തിൽ ഒതു മുറിഞ്ഞെങ്കിൽ എന്താക്കണോ, അതുപോലെ തന്നെ നിസ്കാരത്തിൽ കുനൂത്ത് മറന്നെങ്കിൽ എല്ലാത്തിനും റെസ്റ്റ് ഉണ്ടു. ഇത് പഠിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പ്രോബ്ലം ഉള്ളേ. അപ്പൊ ഞങ്ങൾ എന്താക്കണം, ആ വിഷയം പ്രത്യേകമായിട്ട് ഞങ്ങൾ എന്താക്കണം, പ്രത്യേകമായിട്ട് ഞങ്ങൾ പഠിക്കണോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം சொன்ன ആ വളരെ പ്രധാനമായ വിഷയം ആ സുജൂദിലുള്ള മലക്ക്, ആ മലക്ക് ഒരു തല സുജൂദിലായിട്ടേ ഉള്ളേ, രണ്ടാമത്തെ തലയിൽ കുറച്ചുള്ള ടൈമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു പിന്നൊരു തലയേന്ദ്ര കൊണ്ടുണ്ട വയഖൂലു യാ റബ്ബി വസാനി യൻദുർ ബിഹി ഇലൽ അർശി വയഖൂലു യാ റബ്ബി ഇഗ്ഫിർ വർഹം ലി സായിമി റമളാന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ തലയുള്ള മലക്ക് രണ്ടാമത്തെ തലയെത്തി ഗുസറണമെന്നുണ്ട ആ മലക്ക് എന്താക്കുന്നത്, അല്ലാഹുവിന്റെ തുറന്നിട്ടുണ്ടോ യാ റബ്ബി അല്ലാഹ് റബ്ബേ പടച്ചവനെ ഇഗ്ഫിർ വർഹം നീ റഹ്മത്ത് ചെയ്യ്, നീ മഗ്ഫിറത്ത് കൊടു. ആരോട്ട് ചൊല്ലേ, അർശിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ ദ്വാരക്കട മലക്ക് ആർക്ക് ആരുണ്ടാ ബിസ്വായിമി റമളാന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളിൽ നിന്ന് റമളാന്റെ നോമ്പ് നോക്കുന്ന ആൾമാർക്ക് ദ്വാരക്കട സ്വറാ. അത്ര വലിയ ഗൗരവമുള്ള, അത്രയും 4000 വർഷത്തെ ദൈർഘ്യമുള്ള, അത്രയും വിശാലമായിട്ടുള്ള ആ 4 തലയുള്ള മലക്കട ഒരു ഡ്യൂട്ടി അല്ലാഹു സുജൂദ്, ഒരു ഡ്യൂട്ടി ഉമ്മത്തീങ്ങൾക്ക് ദ്വാരക്കടത്. ആർക്ക് ആ ദ്വാര കിട്ടണ്ടേ, വേണ്ടേ? വേണുണ്ടെങ്കിൽ എന്താക്കണോ, ചൊവ്വാസരണ്ട് മഗ്‌രിബാമത്ത് തുടങ്ങണം. മഗ്‌രിബ് കൊണ്ടു തുടങ്ങിയിട്ട് റമദാന്റെ 30ഓളം ഏറാം. എന്ത് ബിസി ഒരു റമദാൻ ഒരു നിസ്കാരം ജമാഅത്ത് കൂടെ നിയത്താക്കി പടച്ചുരത്തോട്ട് നിയത്തൊക്കെ ഭയങ്കര പേടി. ഇവര് നിയത്താക്കിയിട്ട് എത്തില്ല, അങ്ങനത്തെ ഡൗട്ടിൽ എത്തില്ല. നിയത്തിൽ മുഅ്മിൻ ഖൈറും മിൻ അമലി. നിയത്ത് വെച്ച് നോക്കൂ, പടച്ചോൻ ബർക്കത്താക്കട എത്തോട്ട നിയത്ത്. ഒടാരെ പള്ളിക്ക് വരണോ, നേരത്തെ കട്ട പള്ളി വരണോ, അങ്ങനത്തെ കണക്കൊന്നും ഇല്ല. എവിടെ പള്ളി ഉണ്ട് അവിടെ ഒരു പള്ളി ഒരു ജമാഅത്ത് എത്തിയില്ല. ആരെന്താക്കണം, പള്ളിയിൽ പോയിട്ട് ഉദാഹരണ ഈ റണ്ണിംഗ് ഉള്ള പള്ളിയിൽ ചില പള്ളിയിൽ പോയി ഒരു മനുഷ്യൻ അത് വേറെ വിഷയം. ഒരു റണ്ണിംഗ് ഉള്ള കൊടാജ പള്ളി പുറത്ത് നിസ്കരിക്കാൻ 2 ഗಂಟೆ വന്ന നോമ്പുള്ളൂ. ബാക്കി പിന്നെ ജമാഅത്ത് പോയി പള്ളിക്ക് വേണ്ട, പിന്നെ നിസ്കരിക്കണമെങ്കിൽ പള്ളി കഴിച്ചു അല്ലെ നോമ്പുള്ളൂ. അങ്ങനെ 2 ഗಂಟೆ പള്ളി വന്ന പള്ളിക്ക് വന്നിട്ട് നമുക്ക് ഓണൊക്കെ ജമാഅത്ത് കിട്ടണോ, അപ്പൊ എന്താക്കണോ, ഒരു 2 മിനിറ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ടൈം വന്ന് കാത്തിക്കണം. ഏതെങ്കിലും ഓർത്താ പോകുമ്പോ നിസ്കരിച്ചേ ഇല്ല ജമാഅത്തായി ആ ഇമാമിക്ക് ഇമാമിക്ക് റെഡിയില്ല. എന്നെ ഇമാം പണ്ടത്തെ പറയുന്നത് നാളെ കത്തിവാങ്ങ
ಎಲ್ಲ ನಿಸ್ಕಾರ ಲೋಹದಾಸರ ವರೆಗೆ ನಾನು ಕದ್ದೀರ ಅವನೇ ಅಂದ್ರೆ ಅವು ಓದಿಲಿ ಕಾರು ಗೊತ್ತಿಲ್ಲ ತಪ್ಪಿ ಕಾರು ಗೊತ್ತಾವ ಅದೇ ಈ ಮಗನಿಗೂ ಸಮಯಗಳ ಓದಂದೆ അവെന്തായത് നിങ്ങൾക്ക് ഫാത്തി ഓതല്ല ഒരു സൂറത്തും തരില്ല അവർക്ക് രണ്ടാളും ഫാത്തി മാത്രം തരില്ല നിർബന്ധമായിട്ട് അത്രേ ഉള്ള ഓതുള്ളൂ സൂറത്ത് വേണ്ട ഇനി കാര്യം എന്താക്കണേ ഒരു കുൽഫല്ല കുൽഹുവല്ല അത് ഓത തരുന്നെങ്കിൽ അത് ഏതായത് കാലി കുൽഹുവല്ല മാത്രം ഓത്ത തരുന്നേ കാലി ഒരു സൂറത്ത് ഫാത്തി ഒരു സൂറത്ത് രണ്ട് അതോത് ಒಂದಿನ್ನೆಂಗಿಲು ಬೇರೆ ಸೂರತ್ ಒಂದಿನ್ನೆಂಗಿಲು ഒരു സൂറത്ത് രണ്ട് റക്അത്തിൽ ഒരേ സൂറത്ത് ഓതാൻ അർഹത്തുണ്ട് വേറെ വേറെ സൂറത്ത് ഓതാ ഇനി സൂറത്തേ ഓതത്തില്ല ഫാത്തിഹ തരല്ലേ ഒരുത്തര രണ്ടിൽ ഒരാളുണ്ടാക്ക ഇമാമിന് ഡബിൾ കൂലിയല്ല ട്രിപ്പിൾ കൂലിയല്ല 27 കൂലി ഡബിൾ അല്ല 10 രൂപ 20 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 10 രൂപ സാധനം ബാലയുടെ കൊലയുണ്ടു ഇന്ത്യരംഗങ്ങളിൽ കൊണ്ട് 50 രൂപ കൊണ്ടുകൊണ്ട് കിട്ടുന്നെങ്കിൽ കപക്കത്ത് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ കൊടുക്കും കപത്തുകൊണ്ടല്ലേ ഭിക്ഷയ്ക്ക് കൊണ്ടോ എന്തേ ഡബിൾ കിട്ടുന്നുണ്ട് ഇത് ഡബിൾ അല്ല 27 ഒരു നിസ്കാരത്തെ അതേ നിസ്കാരത്തെ പള്ളിയിൽ ഒത്ത നിസ്കരിക്കുമ്പോ ഉള്ളത് അതേ പള്ളിയിൽ വന്നിട്ട് ജമാഅത്താക്കി 27 കൂലി ഈ കൂലി കിട്ടുമ്പോ കുറെ പള്ളിയിൽ 40 50 നേരില്ലേ നിന്റെ ഔത്തില് 6 ഇല്ല എന്ന് പേരിക്കാം മാപ്പിള പഞ്ചായത്ത് രണ്ടാളില്ലേ ഇല്ലേ ആ ആണിക്ക പെണ്ണിടെ ആഫിൽ നിന്നിട്ട് ഖുർആൻ മനപ്പാടാക്കി പെഞ്ചായി വന്നിട്ട് അവളെ വേറെ നിസ്കരിച്ചിട്ടുണ്ടാ പെണ്ണുടെ വിരവത്ത് എവിടെ നിൽക്കും പെണ്ണുടെ വിരവത്ത് ബോധിരാജനാണ് നിസ്കാരത്തിലും കൂടി അങ്ങ് വിരവത്തെ അല്ലെ അങ്ങനെ എത്ര പഠിപ്പും നീരും കാലി ഫാത്തിഹ അവിടെ 30 ഖുർആൻ ഫുള്ള് തരുത് ആയം അവിടെ ആറ് നിൽക്കണോ എതിർത്താണെങ്കിൽ ആണെങ്കിൽ അത്ര വിലയുണ്ടോ പിന്നെ പെണ്ണിങ് എല്ലാത്തിലും ഞങ്ങൾ പഠിച്ചിരുന്നതിന് പെണ്ണിങ് ആളാവുന്നത് വേണ്ട ആള് നിങ്ങൾ അവിടെ ഉത്തരവുള്ളതിന് മാത്രം ഇവിടെ ബാക്കി വിഷയത്തിലുള്ള നിങ്ങൾ ആളാവും ദീന്റെ വിഷയത്തിൽ ആണുങ്ങൾ ഭർത്താവ് പുതിയ മാപ്പിള ബലിയാവും അത് കൊണ്ട രണ്ടാളില്ലെങ്കിൽ മാപ്പിളത്തെ ജമാഅത്തായി നിസ്കരിക്കണോ ഇനി എല്ലാവരും ആണെങ്കിൽ പള്ളിക്ക് വരുമ്പത്തിന് ഔത്തിന് 2 3 ഇളയതിക്കൂ എന്നെങ്കിൽ നിനക്കെല്ലാ സൂർ കമ്പ്യൂട്ടറുള്ള ഇളയ മൂത്തര 4-5 അകയിക്കൂ അല്ലെ അങ്ങനെ അകയില്ലേ ഉണ്ട് ആ ഉത്തരം ഉണ്ടാക്കണോ 5 ആൾ കൂടിയിട്ട് ഫസ്റ്റ് ഓരോട് ചർച്ച ആക്കണോ ഈ കുറി ഞങ്ങളെ തറാവി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കണേ ഏതെങ്കിലും ഒരു ഔത്തിൽ സെലക്ട് ആക്കിയിട്ട് അവിടെ പോയിട്ട് 5 ആളിന്റെ 5 പെണ്ണിങ് ഉണ്ടെങ്കിൽ അത് നല്ല ഖുർആൻ ഓതത്തില്ല നല്ല ചന്തത്തിൽ ഓതത്തരുവേ ആര് അങ്ങ് ഇമാമായിട്ട് നിസ്കരിക്കണോ ഇല്ലാണ്ട് കാലി ഞങ്ങൾ ഈ പെണ്ണിങ് കാലി സമൂസ ചുടകോ കഷ്ടമാക്കുമ്പോ മാത്രം ഞങ്ങളെ ഡ്യൂട്ടി അങ്ങനെ ഫുൾ 3 ഗಂಟೆಗೆ സുറാക്കിയെങ്കിൽ ജാവ് 10 വന്നതോ കിച്ചൺ മാനേജർ അല്ലേ അതല്ല അങ്ങനെ നിങ്ങൾ സൗകര്യമാക്കി കൊടുക്കണോ ഔത്തിൽ ആണുങ്ങൾ ഫ്രീ ഉണ്ടെങ്കിൽ ഔത്തിൽ എന്താക്കണം സമൂസ വേണോ കസ്റ്റഡ് വേണോ കായ്ച്ചതെല്ലാം വേണോ തെല്ല് കൂടണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തിൽ വന്നെങ്കിൽ തർക്കായി കെട്ടാക്കി ആറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ തിന്ന പാത്ര നിമിത്തങ്ങൾ കളിക്കൊണ്ടിരുന്നു ഇണ്ടത്തോളം ഔത്തിനോട് കളിയില്ല പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ എടുത്ത് കളിക്കണോ പള്ളിയിൽ വന്നാലും ഗസ്റ്റ് വന്നെങ്കിൽ ചോറുണ്ട് വന്നിട്ട് വിളിച്ചെങ്കിൽ അവന്റെ പ്ലേറ്റ് മാത്രമല്ല ഉസ്താദിന്റെ പ്ലേറ്റ് എടുത്ത് ഇണ്ടത്തോളം നിങ്ങൾ ഔത്തിൽ നിങ്ങൾ തിന്നത് കളി വെച്ചടാ അത് കണ്ട് വാരി കൊറോടിയല്ല വാരി കൂട്ടരേ ಏನು ಇಂದಿಲ್ ಸ್ಟಾರ್ಟ್ ಹಾಕೋರು ಎಲ್ಲರೂ ಮಕ್ಕ ನನ್ನ ಔತು ನಾ ಚೊಲ್ಲ ನನ್ನ ಔತಲು ಮಕ್ಕಳಿಟ್ಟು ನಾನು ಫಸ್ಟಿಗೆ ಟ್ರೈನಿಂಗ್ ಕೊಡ್ತಾರೆ ನೀನು ನಿಜ കളിക്കണം ഉമ്മ പറയുന്നെങ്കിൽ നിന്റെ ശാന്തി എടുക്കൊള്ളതല്ല അത് നൽകിയിരിക്കണം അങ്ങനെ ട്രെയിനിങ് കൊടുത്തെങ്കിൽ ആ മക്ക ഏത് അമേരിക്കത്തുള്ള ഏത് ഹോസ്റ്റലിൽ പോയി ഒരു കംപ്ലൈന്റ് എല്ലാം സ്റ്റഡി ആയിട്ടിട്ട് അങ്ങനെ സ്റ്റഡി കൊടുക്കും ഇത് മക്കളെ കൗണ്ട് ഔട്ട് ആക്കിയിട്ട് മേലെ വെച്ചെങ്കിൽ തലയിൽ വെച്ചെങ്കിൽ പേന് കടിക്കും കീഴ് വെച്ചെങ്കിൽ എറുമ്പ് കടിക്കും പണ്ടത്തെ കാര്യമുണ്ട് അല്ലെ തലയിൽ വെച്ചെങ്കിൽ പേനരിക്കും താഴെ വെച്ചാൽ ഇരുമ്പരിക്കും മലയാളത്തിലുള്ള കാതെ അങ്ങനെ 10 നോക്കുമ്പോ പോലെ 12 വർഷം ഹോസ്റ്റൽ പിറ്റേണ്ട് വേണ്ട വേറെ വസതി എന്തേ കാരണം സ്റ്റഡി ഇല്ല എല്ലാത്തിനും സ്റ്റഡി കൊടുക്കണോ അപ്പൊ ഔത്തില് ജമാഅത്തായിട്ട് തറാവി നിസ്കരിക്കണോ സുബഹി നിസ്കാരം ഔത്തിലോ അതുപോലെ ഫർദ് നിസ്കാരം ഔത്തിലിന്റെ പെണ്ണിങ്ങളുടെ ജമാഅത്തായി നിസ്കരിക്കണോ അങ്ങനെ ഓരോന്ന് ഒരുപാട് ചൊല്ലപ്പെട്ടു ടൈമില്ല വേറെ വലിയൊരു ഡ്യൂട്ടി ഉണ്ട് ഇപ്പൊ കമ്മിറ്ററൊക്കെ വേറെ ഡ്യൂട്ടി തന്നത് അത് കൂടെ ആക്കിയിട്ട് കൊടുത്തിട്ടേ വേണത്രേ അല്ലെ ആ അത് മെയിനായിട്ട് അതുണ്ടെങ്കിലേ പള്ളിയിൽ നിസ്കരിക്കും അവിടെ നിങ്ങൾക്ക് അവസരം തന്നെങ്കിൽ കമ്മിറ്ററിനുള്ള ക്ലാസ്സിന്റെ സൗകര്യം ആക്കിയെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് എന്താക്കാം റമദാന്റെ ഒരു 4 ക്ലാസ് ഒക്കെ വെച്ചെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് ശരിയാക്കാം ഞങ്ങൾക്ക് എന്ത് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാന് നല്ല കടന തന്നെയാക്കുന്നുണ്ട് അല്ലേ സൗകര്യമായങ്ങളുടെ പേരുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ അഭിപ്രായം ക്ലാസ് പണ്ടുണ്ടായി അത് 10 ആയെങ്കിൽ 15 ആയെങ്കിൽ 20 ആയെങ്കിൽ 50 എത്ര ആയെങ്കിലും വെക്കടേക്ക് അങ്ങനെ പഠിക്കൊള്ള താല്പര്യം ക്ലാസ് ആക്കാം ഞങ്ങൾക്ക് അതിന് ലാഭത്തിലൊന്നും ആക്കിടതല്ല അപ്പൊ
കുറേ വിഷയങ്ങൾ നമ്മളുമായി ചൊല്ലുകൊണ്ടു. പിന്നെ മൂന്നാമത്തത് മൂന്നാമത്തെ 4 തലയുടെ മറക്കണ വിഷയം ചൊന്നിട്ടുള്ളേ. ഒന്ന് സാജിദില്ല, രണ്ടാമത്തത് നിമിത്തങ്ങൾ ഉമ്മത്തിക്ക് റമദാന്റെ ബഹുമാനിച്ചൊരു ദ്വാരക്കയുടെ ഡ്യൂട്ടി, മൂന്നാമത്തത് മൂന്നാമത്തെ തല ആ മരത്ത് സ്വർഗത്തെ ഇങ്ങനെ നോക്കിയിട്ടുള്ളേ, സ്വർഗത്തിൽ നോക്കുന്ന ഡ്യൂട്ടി. ആ തല കൊണ്ട് സ്വർഗത്തിൽ നോക്കണം, നോക്കി തീരല്ല ആശ്രയ മലക്കേ ആശ്രയ ഞങ്ങൾ അറിയുമോ അവിടെ എത്തിപ്പോയെങ്കിൽ പിന്നെ ദുനിയാവിൽ ഒരുത്തൻ 1000 വർഷത്തെ ലൈഫ് ഉണ്ട്. 1000 വർഷത്തിൽ ഒരുത്തൻ എന്തായിട്ട് അള്ളാഹു കാക്കട്ടെ, 1000 വർഷത്തിൽ അവനത്തെ ക്യാൻസർ ആയിട്ട് കിടന്നത് വെക്കാം. ഇതാണ് ഹദീസിൽ ഉദാഹരണം. ക്യാൻസർ ഉണ്ടാവുന്ന അങ്ങോട്ട് ഇത് നണ്ട് ക്യാൻസർ അതല്ല മനസ്സിലാവുന്നുണ്ട്. 1000 വർഷത്തിൽ 500 വർഷത്തെ ക്യാൻസർ ആയിട്ട് കിടന്ന ദുനിയാവിലെല്ലോ സാപ്പോടെ ചുറ്റിയാണ് അവിടെ ആക്കി അങ്ങനെയുള്ളൂ. ആ മനുഷ്യൻ അള്ളാഹു ക്ഷമിച്ചിട്ടുണ്ടായെങ്കിൽ ആ മനുഷ്യൻ 500 വർഷത്തെ സഹിച്ചതിന് കൂലി കിട്ടുമ്പോ അവൻ ആശിച്ചു പോകും. പഠിച്ചോടെ എനിക്ക് 500 വർഷത്തിൽ 1000 വർഷത്തിൽ 500 വർഷമല്ല ഞങ്ങൾക്ക് പരീക്ഷ വരെ 1000 വർഷം എനിക്ക് ഡബിൾ കിട്ടാൻ തരും. അപ്പൊ ദുനിയാവിലും എല്ലാം മറന്നുകൊണ്ട് സ്വർഗ്ഗം കണ്ടെങ്കിൽ സ്വർഗത്തിൽ പോയി അവിടെ ജ്യൂസ് കുടിക്കണ്ട, സ്വർഗത്തിൽ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കി മണ ഇങ്ങനെ വന്നെങ്കിൽ എല്ലാം മറന്നു, ദുനിയാവിൽ മറന്നു പോയിട്ടേ. അപ്പൊ ചെറിയ ലൈഫ് ഞങ്ങളുള്ള ഈ നിങ്ങൾ എന്താക്കണോ, ത്യാഗം നിങ്ങൾ സഹിക്കണോ. ആ മലക്കയുടെ ഡ്യൂട്ടി സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണേ. എന്നിട്ട് ആ സ്വർഗത്തിൽ മലക്ക് ചൊല്ലുന്നതിന് സന്തോഷമാകുന്ന സന്തോഷം മുഴുവനും എല്ലാ ಖುಷಿ ಚೊಳ್ಳ ಖುಷಿ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കിട്ടുന്നത് അതിൽ കിടന്നോണ്ട് പോകും. അപ്പൊ എന്തായിരിക്കും പിന്നെ അവിടെ ബേജാറ് ചൊല്ലതില്ല. അവിടെ സ്വർഗത്തിൽ ടോയ്ലറ്റ് ഇല്ല, സ്വർഗത്തിൽ ഹോസ്പിറ്റൽ ഇല്ല. അവിടെ ഡോക്ടർമാരെല്ലാം എന്താക്കും പണ്ടത്തെ കേട്ടാണ് സ്വർഗത്തിൽ ഹോസ്പിറ്റൽ ഇല്ല. സ്വർഗത്തെ നീനവിടെ ബിസിനസ് ആക്കാൻ വേണ്ടിയോ അല്ലെ, സ്വർഗത്തോടെ ഹോസ്പിറ്റലിൽ ബിസിനസ് ആക്കാൻ വേണ്ടിയല്ല. അവിടെ സീക്ക് പിടിക്കട അങ്ങനത്തെ എന്തോ ടെൻഷൻ എന്തോ ഇല്ല, ಖುಷಿ മാത്രം ലേനമ്മന എന്തോ ഫുൾ ഫുൾ സ്വതന്ത്ര. അപ്പൊ അങ്ങനത്തെ സ്വതന്ത്ര പോണ്ടേ അള്ളാഹു എത്തോടെ തരട്ടെ. നാലാമത്തത് നാലാമത്തെ തല കൊണ്ട് എന്താക്കുക ആ മലക്ക് നരകത്തിന് നോക്കേണ്ട ഡ്യൂട്ടി. നരകത്ത് നോക്കിയിട്ട് ആ നരകത്തെ നോക്കിയിട്ട് മലക്ക് ചൊല്ലത് എല്ലാ നഷ്ട ചൊല്ല നഷ്ട എല്ലോ ഈ നരകത്തിൽ കടന്നോട് കയറ്റിക്കട്. അപ്പൊ അത്ര വലിയ കഠോരമായ ഈ മലക്കില് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് അത്രയും ഗൗരവമുള്ള മലക്കിന് അള്ളാഹു കൊടുത്ത ഒരു ഡ്യൂട്ടി. റമദാന്റെ മാസത്തിന് വന്നിട്ട് ആ റമദാനെ ആദരിച്ചിട്ട് ബഹുമാനിച്ചിട്ട് നോമ്പ് നോക്കിയ ആൾക്ക് ദ്വാരക്കട സ്വറ ചെറിയൊന്ന് ചുമതലപ്പെട്ടതാണ്. മുൻകാല ചരിത്രത്തില് ഒരു മജൂസിയായ മനുഷ്യനുണ്ട്. ആ മജൂസി എന്തായാലും മജൂസി അവനക്ക് ഒരു ഹോട്ടൽ വാണി. ഇപ്പൊ ഞങ്ങളുടെ രാജ്യത്തില് ഇപ്പൊ ചില രാജ്യത്തിലുള്ള പോള് ഹോട്ടൽ തുറന്ന് ചായ കൊടുക്കലായിരുന്നു. രാജ്യത്തിൽ പോയി വൃത്തിയാക്കാൻ ഭയങ്കര വിവാദം. നിങ്ങൾക്ക് ഡ്യൂട്ടി ശമ്പളം കിട്ടുന്നെങ്കിൽ പെരുന്നാളുടെ പൈസ കിട്ടും, നിങ്ങൾ ജീവിക്കണ്ടേ? നീ ജീവിക്കണോ? നീ ഞങ്ങളുള്ള പൈസ ആക്കിയിട്ട് നീനോ 500 വർഷം ബാക്കി എവിടെ ഓക്കെ അല്ലെ. റമദാന്റെ പോലും ഞങ്ങളകത്ത് ഡ്യൂട്ടിക്ക് വന്ന കൂടി അവിടെ അമുസ്ലിമായ ആൾ കൂടി ഞങ്ങൾ ചായ ചോറ് കൊടുക്കുക സ്വത്ത് കളയിട്ട് അത് ചോറുണ്ട്. അപ്പൊ നമ്മൾ തന്നെ പറയേണ്ട അല്ലെ. അപ്പൊ കൊടുക്കുക ഹോട്ടൽ പാനി എന്ത് പോലാക്കുക അത് പ്രത്യേകമായിട്ട് എന്താക്കണോ, ഞങ്ങൾ ഗൗരവത്തിൽ ഞങ്ങൾ ഇതാക്കണോ. അങ്ങനെ ആ മജൂസിയായ മനുഷ്യ റമദാനായിട്ടുണ്ടായെങ്കിൽ ഹോട്ടലിലെ ബന്ധാക്കിയിട്ട് അങ്ങനെ ഒരു നാൾ പോകുമ്പോഴത്തേണ്ടായിട്ട് 3 ചായ കുടിച്ചോണ്ടുണ്ട്. മജൂസിയാണ് കുടിക്കുന്നത് അങ്ങനെ കുടിച്ചോണ്ട് അങ്ങനെ മജൂസി വേറെ അടി 3 അങ്ങനത്തെ ഭയങ്കര വിഷയം. നീ എന്ത് ചായ കുടിച്ചിട്ട് മുസ്ലിമീങ്ങളായ ആൾമാര് ബഹുമാനിക്കുന്ന നിങ്ങളല്ലേ, നീ ഇങ്ങനെ പബ്ലിക്കാര് ചായ കുടിക്കുക അങ്ങനെ അടിച്ചിട്ട് അങ്ങനെ വിഷയം. അങ്ങനെ കുറെ നാൾ തൊഴുക. ആ മനുഷ്യൻ മരിച്ചിട്ട് അപ്പ മരിച്ചിട്ട് മജൂസി മരിച്ചിട്ടാകുമ്പോ ആ രാജ്യത്തുള്ള വലിയൊരു ആര്യമായ വലിയൊരു സൂഫിയായ മനുഷ്യന് കിനാവ് കൊണ്ടിട്ട് അയാൾ സ്വർഗത്തിൽ നല്ല ആറാമത്തിലുണ്ട്. അങ്ങനെ നീ മജൂസി നീ പള്ളിക്ക് വന്നിട്ട് തറാവിക്ക് വന്നിട്ട് ഏതൊക്കെ വന്നിട്ട് നിൽക്കുന്നതിന് ആ ടൈമിൽ ചൊന്നത് നക്ക് ആ റമദാനെ ബഹുമാനിച്ചത് കൊണ്ട് നല്ല ഈ ദുനിയാവിടെ മരിക്കുന്ന ടൈമില് നക്ക് ഈമാനെ കിട്ടില്ല ആയിരായുള്ള സ്വന്തം മരിച്ചിടേ. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാം അല്ലാതെ ഇഖ്തിയാർ അല്ലാഹു ആർക്കും കൊടുക്കാം, പഠിച്ചോണ്ട് ആർക്കും കൊടുക്കാം, സ്വർഗ്ഗം ആർക്ക് വേണം കൊടുക്കാം, പഠിച്ചോണ്ട് ഇഖ്തിയാർ. നമ്മളിൽ ചോദ്യമില്ല. 500 വർഷത്തെ സുജൂദിൽ കിടന്നവർക്ക് നരകത്തിട അവന്റെ ഇഷ്ടം. ഒരു സുജൂദ് ഇറക്കാത്തോടൊപ്പം അള്ളാഹു സ്വർഗ്ഗം കൊടുക്കാം. അത് അവരുടെ മനസ്സ് നോക്കിയിട്ട്. അപ്പൊ ഇത് മർമ്മപ്രധാനമായ വിഷയം മനസ്സ് ക്ലിയർ വേണോ പെണ്ണുങ്ങളെ?
നിപ്പാട്ടതാണ് എല്ലാ മനസ്സിലൂടെ പാക്കെ ചതി വഞ്ചന എല്ലാം ഇതൊക്കെ ഏറെ മൂത്ത മാമി മർമോള് അർസ എന്തെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഇതിന്റെ വിടറും അവർക്ക് ഏറെ മൂത്ത ചിലപ്പോ മാപ്പിളുടെ ഉമ്മറിട്ട് മാമിയിലിട്ട് കരാട്ടാക്കിട്ട് ഫ്ലാറ്റിൽ പോയിട്ട് അങ്ങനത്തെ എങ്ങനത്തെ ഉണ്ടുണ്ടായാൽ എല്ലാം ഇതിന്റെ മനസ്സ് വിടറും. അപ്പൊ ഇപ്പൊ എന്താക്കുക കൈ പിടിച്ചിട്ട് മുസാഫാത്താക്കൂ ക്ലാസ് എടുക്കുമ്പോൾ ഫസ്റ്റ് പോയിട്ട് എന്താക്കണം റമദാന്റെ ഫസ്റ്റ് നൈറ്റിൽ എന്താക്കണോ എല്ലാവരും ഈ കേട്ടെങ്കിൽ എല്ലാവരും മാപ്പിള കൈ പിടിച്ചിട്ട് മുസാഫാത്താക്കണോ തീവാ അതെ ഫസ്റ്റ് തന്നെ പോയിട്ട് മാപ്പിള തിരികെ മാപ്പിള ഒന്ന് കൈയെല്ലാം പിടിച്ചാൽ മുസാഫാത്താക്കിയിട്ട് ഒന്നുണ്ടാക്കണം. അപ്പൊ ഏറെ കൂടെയുള്ള വന്നിട്ട് ഒന്ന് മാപ്പാക്കണം ചൊന്നിട്ട് എന്താക്കണോ അവരോട് ദ്വാർക്ക് ചൊല്ലണോ അവള് ദ്വാരന്നെങ്കിൽ വയ്യാവും ഞങ്ങൾ അങ്ങനെ ദ്വാരന്നെ മനസ്സ് ഓപ്പണായി എന്തിനെങ്ങും. അപ്പൊ അതിനുള്ള വലിയ അർത്ഥത്തുണ്ടു. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണോ, എല്ലാവർക്കും മാഫ് കൊടുക്കണോ, നല്ല ഇബാദത്ത് എടുക്കണോ, പ്രത്യേകമായിട്ട് എല്ലാവരും ദ്വാർക്കണോ, തക്കും നിങ്ങൾക്കും എന്റെ കുടുംബത്തിന് ദ്വാർക്കണോ. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങളുടെ പള്ളിക്ക് വേണമായി കാർപ്പറ്റ് വേണോ